വളരെ കൃത്യമായി BJPയെ ഡിഫെൻഡ് ചെയ്യുന്നതിലുള്ള ഏറ്റവും മിടുക്കുള്ള ഒരാൾ. അത്തരത്തിലുള്ള ഒരാളാണ്. ശബരിമലയിൽ സൗകര്യങ്ങൾ പോരാ, ഗവൺമെൻറ് അത്രത്തോളം സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. ഒരു കാലത്തും ശബരിമല BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ വിഷയമായിരുന്നില്ല. വിശ്വാസികൾ ഉയർത്തിയിട്ടുള്ള വിഷയങ്ങൾ, അതിനുള്ള ധാർമ്മികമായിട്ടുള്ള പിന്തുണയാണ് എല്ലാ കാലത്തും BJP കൊടുത്തിട്ടുള്ളത്. BJP എവിടെയാണെന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. BJP ഈ സംസ്ഥാനത്ത് യഥാർത്ഥ പ്രതിപക്ഷമല്ലെങ്കിൽ പോലും പ്രതിപക്ഷത്തിൻ്റെ റോൾ നിർവഹിക്കുന്നത് BJPയാണ്. ഇവിടെ കൃത്യമായി ജനങ്ങളിലേക്കുള്ള ഒരു അവയർനെസ് കൊടുക്കുന്നതിലും BJP പരാജയപ്പെടുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ വളരെ ബ്ലൈൻഡായിട്ട് BJP ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയാം. പക്ഷേ കേരളത്തിലെ ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് ജൻധൻ അക്കൗണ്ട് എടുത്തു കൊടുത്തത് എങ്ങനെയാണ്? അത് നടത്തിയത് കേരളത്തിലെ BJP പ്രവർത്തകരാണ്. കേസുകളും ഇങ്ങനെ സെറ്റിൽ ചെയ്യപ്പെടുകയാണ് എന്ന് പറയുന്ന ആക്ഷേപങ്ങളെ കുറിച്ച് SNC ലാവ്ലിൻ കേസൊക്കെ ഒത്തുതീർപ്പായത്, അല്ലെങ്കിൽ TP ചന്ദ്രശേഖരൻ കേസൊക്കെ ഒത്തുതീർപ്പായത് സോളാർ കേസുമായി അനുബന്ധിച്ചാണ്. അത് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതല്ല, അത് കോൺഗ്രസിന്റെ തന്നെ നേതാക്കന്മാർ പരസ്യമായ കാര്യം പറഞ്ഞിട്ടുണ്ട്. കർണാടകയിലും അതുപോലെ തന്നെ തെലങ്കാനയിലും റോങ് സ്റ്റേറ്റ്മെന്റ്. കർണാടകയിൽ കയറിയിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടി ഏതാ? ഞാൻ വിചാരിക്കുന്നത് BJPക്ക് ഒരു വലിയ തെറ്റുപറ്റി എന്നുള്ളതാണ്. കാരണം മണിപ്പൂരിൽ ഭരിക്കുന്നത് BJP ആണ്. മണിപ്പൂരിൽ നടന്ന വംശീയ കലാപത്തെ അതിനെ മതപരമായ സംഘർഷമായി തെറ്റിദ്ധരിപ്പിച്ച് മറ്റ് സ്ഥലങ്ങളിൽ പ്രചരണം നടത്തുന്നതിൽ കോൺഗ്രസും ചില മാധ്യമങ്ങളുമൊക്കെ പരിശ്രമം നടത്തി എന്നുള്ളതാണ്. ബോർഡർ സ്റ്റേറ്റുകളെ ഡെവലപ്പ് ചെയ്യരുത് എന്ന നിലപാട് ഞങ്ങൾക്കുണ്ടായിരുന്നു എന്ന് AK ആന്റണി ഓൺ റെക്കോർഡ് പാർലമെന്റിൽ പറഞ്ഞതാണ്. കേരളത്തിലെ BJPയുടെ പരിചിത മുഖങ്ങളിലൊന്ന് ചാനൽ ചർച്ചകളുടെ സാന്നിധ്യം. വളരെ കൃത്യമായി BJPയെ ഡിഫെൻഡ് ചെയ്യുന്നതിലുള്ള ഏറ്റവും മിടുക്കുള്ള ഒരാൾ. അത്തരത്തിലുള്ള ഒരാളാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സന്ദീപ് ജി വാര്യർ. അദ്ദേഹത്തോട് നമുക്ക് ചില ചോദ്യങ്ങളുണ്ട്, ചോദിക്കാം. സന്ദീപ് ജി, ഇപ്പോൾ നമ്മുടെ ശബരിമലയിൽ വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശബരിമലയിൽ സൗകര്യങ്ങൾ പോരാ, ഗവൺമെൻറ് അത്രത്തോളം സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇത്തവണ അത് BJPയേക്കാൾ മുമ്പ് കോൺഗ്രസ് ഏറ്റെടുത്തതായി തോന്നുന്നില്ല. നോക്കൂ, ഒരു കാലത്തും ശബരിമല BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ വിഷയമായിരുന്നില്ല. അവിടെ വിശ്വാസികളുടെ പ്രശ്നങ്ങൾ, വിശ്വാസികൾ ഉയർത്തിയിട്ടുള്ള വിഷയങ്ങൾ, അതിനുള്ള ധാർമ്മികമായിട്ടുള്ള പിന്തുണയാണ് എല്ലാ കാലത്തും BJP കൊടുത്തിട്ടുള്ളത്. കോൺഗ്രസ് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുള്ള സംഘടനയാണ്. അത് നേരത്തെ ശബരിമല അവിടെ വിശ്വാസികളുടേതായിട്ടുള്ള ചില വിഷയങ്ങളുണ്ടായ സമയത്ത്, നമ്മുടെ സംസ്ഥാനത്ത് വ്യാപകമായിട്ടുള്ള, രാജ്യത്തെമ്പാടും വ്യാപകമായിട്ടുള്ള പ്രക്ഷോഭം ഉണ്ടായ സമയത്തൊക്കെ ആ പ്രക്ഷോഭത്തിൽ എവിടെയും നിങ്ങൾ കോൺഗ്രസിനെ കണ്ടിട്ടില്ല. പക്ഷേ അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി കോൺഗ്രസ് കൃത്യമായി പരിശ്രമിച്ചിട്ടുണ്ട്. അതുതന്നെ ഇത്തവണയും അവർ പരിശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതിനപ്പുറം ശബരിമലയിൽ വരുന്ന കോടിക്കണക്കിന് വരുന്ന ഭക്തരുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് എന്ത് പരിഹാരമാണ് ഈ സംസ്ഥാനം ഭരിക്കുന്ന ആളുകൾക്കും പ്രതിപക്ഷത്തുള്ള കോൺഗ്രസിനും ഒക്കെ നിർദ്ദേശിക്കാനുള്ളത്? നോക്ക്, ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നതിന് തൊട്ട് മുൻപാണ് ചെന്നൈയിൽ നിന്ന് കോട്ടയം വരെ ശബരിമല തീർത്ഥാടകർക്ക് മാത്രമായി ഒരു പ്രത്യേക വന്ദേ ഭാരത് എക്സ്പ്രസ് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത്. അപ്പോൾ വലിയൊരു നേട്ടമാണ് കേരളത്തെ സംബന്ധിച്ചോളം. ശബരിമലയിൽ വരുന്ന ഭക്തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് എന്ത് പരിഹാരം കാണാൻ കഴിയും എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ സംഭവിച്ചിട്ടുള്ള കാര്യം, സാധാരണഗതിയിൽ ശബരിമല തീർത്ഥാടനത്തിന് മുൻപായി വലിയ തോതിലുള്ള മുന്നൊരുക്കങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് നമുക്ക് പതിവുണ്ട്. അത്തരത്തിലുള്ള തുടർച്ചയായിട്ടുള്ള മീറ്റിങ്ങുകൾ വേണം, വിവിധ വകുപ്പുകളുടെ ഏകോപനം വേണം. ഇത് കാരണം കോടിക്കണക്കിന് ഭക്തർ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ശ്രദ്ധ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തവണ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായിട്ടുള്ള വീഴ്ച സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ആ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ ഉണ്ടായി എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശബരിമലയിൽ പോകുന്ന ഭക്തരുടെ ഭാഗത്തു നിന്നും ധാരാളം ഫോൺ സന്ദേശങ്ങൾ എത്തുന്നുണ്ട്. പലരും സഹായം ചോദിച്ചുകൊണ്ടാണ് വിളിക്കുന്നത്. നിലയ്ക്കലിന് 3-4 കിലോമീറ്റർ മുൻപ് തന്നെ വാഹനങ്ങൾ തടുത്തിടുകയും അത് മണിക്കൂറുകളോളം തടുത്തിടുകയും അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ അവരെ അനുവദിക്കാതിരിക്കുകയും, അതിനപ്പുറം പമ്പയിൽ നിന്ന് മുകളിലോട്ട് കയറുന്ന സമയത്ത് ഉള്ള വലിയ ജനത്തിരക്ക്, ആ തിരക്ക് നിയന്ത്രിക്കാൻ പോലും ആവശ്യത്തിന് പോലീസ് ഫോഴ്സ് ഇല്ലാതെ വരുന്നു. ക്യൂവിൽ നിൽക്കുന്ന ആളുകൾക്ക് 20 മണിക്കൂറും 24 മണിക്കൂറും ക്യൂവിൽ നിൽക്കുന്ന ആളുകൾക്ക് വെള്ളമോ ഭക്ഷണമോ കൊടുക്കാൻ സംവിധാനമില്ല. അവിടെ കാലങ്ങളായി പ്രവർത്തിച്ചിരുന്ന കൂളറുകൾ പ്രവർത്തിക്കുന്നില്ല. വിയർത്ത് കുളിച്ചാണ് നിൽക്കുന്നത്. വളരെ ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായി. ഒരു മാളികപ്പുറം ആ തിരക്കിനിടയിൽപ്പെട്ട് മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. നിരവധി ആളുകൾക്ക് അവിടെ തിക്കിലും തിരക്കിലും പെട്ട് പരിക്കേൽക്കുന്ന സാഹചര്യവും മറ്റും ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇതിൻ്റെ ഏകോപനവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുള്ള വലിയ വീഴ്ച, പോലീസിനെ കൃത്യമായി വിന്യസിക്കുന്നതിൽ പറ്റിയിട്ടുള്ള വീഴ്ച, ഇതെല്ലാം കാരണമാണ് ശബരിമല പോലെ കാലങ്ങളായി ഉള്ള ഒരു വലിയ തീർത്ഥാടനം ഈ തരത്തിൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് നീങ്ങിയത്.
ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കേണ്ട ദേവസ്വം മന്ത്രി നവകേരള യാത്ര എന്ന പേരിൽ മുഖ്യമന്ത്രിയുടെ കൂടെ ബസ്സിൽ കയറി യാത്ര ചെയ്യുകയാണ്. പക്ഷേ ഇതിൽ ഇപ്പോൾ സന്ദീപ് ജി പറഞ്ഞതിൽ ഇപ്പോൾ ഫാക്ട്സ് പറയുമ്പോൾ, അതായത് കേരളത്തിലാകെയുള്ള 60,000 പോലീസുകാരിൽ ഏതാണ്ട് 16,000-ഓളം പോലീസുകാരെ സന്നിധാനത്തല്ല, പക്ഷെ സന്നിധാനത്ത് 1950 പോലീസുകാരേ ഉള്ളൂ. പക്ഷേ നിലക്കൽ മുതൽ അങ്ങോട്ട് ഗവൺമെൻറ് വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇത് ഏറ്റവും ആദ്യം അവിടെ വന്നുകൊണ്ടിരുന്ന 62,000 പേരാണ്. പിന്നീട് അത് 9-10 തീയതികളിലേക്ക് വന്നപ്പോഴത്തേക്കും 88,000 പേരായി. പിന്നീട് അതപ്പോൾ 1,20,000 പേരായി. അപ്പോൾ അത്തരത്തിലൊരു സ്വാഭാവികമായ തിരക്ക് വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. കാരണം ഇതിൻ്റെ കൂടെ തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ശബരിമലയുടെ കാര്യത്തിൽ എപ്പോഴും ഇത്തരത്തിൽ അവാസ്തവമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്നാണ് CPM ഒക്കെ അവകാശപ്പെടുന്നതും അവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഇവിടെ ഈ കണക്കുകൾ കൊണ്ട് നമ്മൾ എന്തിനാണ് സംസാരിക്കുന്നത്? ഇവിടെ നമ്മുടെ മുന്നിൽ ഉദാഹരണങ്ങളുണ്ടല്ലോ. നമ്മുടെ മുന്നിൽ അവിടുത്തെ ഭക്തർ അനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാടുണ്ടല്ലോ. അതിലെ ഭക്തരായിട്ടുള്ള ആളെ സംബന്ധിച്ചോളം അവരോട് നിങ്ങൾ ഈ വരുന്ന ആളുകളുടെ കണക്കോ എണ്ണമോ വിന്യസിച്ച പോലീസുകാരുടെ എണ്ണമോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവരനുഭവിച്ച ബുദ്ധിമുട്ടൊരു യാഥാർത്ഥ്യമായിട്ട് നിൽക്കുകയാണല്ലോ. അവിടെ നഷ്ടപ്പെട്ട ഒരു ജീവൻ എന്നുള്ളത് ആ നഷ്ടപ്പെട്ടത് തന്നെയാണല്ലോ. അതിന് തിരിച്ചെടുക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ആ കണക്കുകളെ, ഈ നഷ്ടങ്ങളെ അല്ലെങ്കിൽ അയ്യപ്പ ഭക്തർ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെയൊക്കെ എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ ഇത്തരം കണക്കുകൾ വെച്ച് പ്രതിരോധിക്കുന്നത്? ഒരു കാര്യം. 2, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇവിടെ അയ്യപ്പ ഭക്തരുടെ വരവ് സംബന്ധിച്ച്, എണ്ണം കൂടിയെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം മുൻകൂട്ടി കാണാനും അതനുസരിച്ച് ഈ ശബരിമല തീർത്ഥാടനം സുഖകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ട പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും ഇത്തവണ സംസ്ഥാന സർക്കാർ വലിയ തോതിലുള്ള വീഴ്ച വരുത്തി എന്നുള്ളതാണ് ഞങ്ങളുടെ ആക്ഷേപം. നമുക്ക് ശബരിമല ഭക്തരുടെ പ്രത്യേകത എന്താ? അവർ 18, 20, 25 വർഷമായി ശബരിമലയിലേക്ക് എല്ലാ വർഷവും വരുന്ന ആളുകളാണ്. അവർക്ക് കൃത്യമായിട്ട് അവിടുത്തെ കാര്യങ്ങൾ അറിയാം. എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടാകുമെന്ന് സംബന്ധിച്ച് അവർക്ക് കൃത്യമായ ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ മുതിർന്ന അയ്യപ്പ ഭക്തർ ഇതുവരെ ഇത്രയും വർഷങ്ങളായിട്ട് ഇതുപോലെയുള്ള ഒരു വീഴ്ച സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും ഭാഗത്ത് പറ്റിയിട്ടില്ല എന്ന് പറയുന്നത് അയ്യപ്പ ഭക്തരാണ്. സന്ദീപ് ജി പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാൻ സമ്മതിക്കുന്നു. കാരണം ഭക്തർക്ക് അവിടെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. 12 മണിക്കൂറും ഈവൻ 18 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ ബസ്സിൽ കുത്തി നിറച്ച ആളുകളെ കൊണ്ടുപോയിട്ടുണ്ട്. 55 സീറ്റുള്ള ബസ്സിൽ 100-120 പേരെ വരെ കുത്തിനിറച്ച് കൊണ്ടുപോയിട്ടുണ്ട്. ഇതെല്ലാം ശരിയാണ്. പക്ഷേ എങ്കിൽ പോലും ഞാൻ പറഞ്ഞത്, ഇപ്പോൾ സന്ദീപ് ജി പറഞ്ഞത് വളരെ മെച്യൂർഡ് ആയിട്ടുള്ളൊരു, വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു വിമർശനമാണ്. അത് നമുക്ക് അങ്ങനെ തന്നെ എടുക്കാം. പക്ഷേ അങ്ങനെയല്ല. ഇപ്പോൾ ബിജി തമ്പിയുടെ നേതൃത്വത്തിലുള്ള VHP ആണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പം അതിന് സന്ദീപ് ജിക്ക് മറുപടി പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എങ്കിൽ പോലും VHP ആണെങ്കിലും, ശശികല ടീച്ചറിന്റെ നേതൃത്വത്തിലുള്ള ചില സംഘടനകളൊക്കെ ആണെങ്കിലും, ഇവരൊക്കെ ഉയർത്തുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ശബരിമലയിലേക്ക് നിന്നുള്ള പണം എടുത്ത് മറ്റു കാര്യങ്ങൾക്ക് ഗവൺമെന്റ് വിനിയോഗിക്കുന്നു. ഇപ്പം വിജി തമ്പി പറഞ്ഞേക്കുന്നത് ശബരിമലയിൽ ഒരിക്കലും ഇനി നിങ്ങൾ സംഭാവന കൊടുക്കരുത് എന്നാണ്. ഞാൻ ചോദിക്കുന്നത്, ഇത്തരത്തിൽ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്രിറ്റിസിസത്തിലേക്കല്ലല്ലോ BJP പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ ഒരു സംഘപരിവാർ മൊത്തത്തിൽ പോകേണ്ടതെന്നാണ്. അല്ല, ഞാൻ അത്തരം വിമർശനങ്ങളെ അത് ഡിസ്ട്രക്റ്റീവായിട്ട് കാണുന്നില്ല. അതും വളരെ നമുക്കതിനെ ക്രിയേറ്റീവായിട്ട് എടുത്തുകൂടെ? കാരണം ശബരിമലയിൽ വരുന്ന വരുമാനം, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അത് കേരളത്തിൻ്റെ എക്സ്ചക്കറിന് ശബരിമല എന്ന തീർത്ഥാടന കാലം കൊടുക്കുന്ന സംഭാവന എന്ന് പറയുന്നത് കോവിഡ് സമയത്ത് പറയട്ടെ വളരെ വലുതാണ്. അതായത് ഒരു അയ്യപ്പ ഭക്തൻ വാളയാർ കടന്ന് ഇങ്ങോട്ട് കയറുന്ന നിമിഷം മുതൽ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയിലേക്ക്, കേരളത്തിൻ്റെ എക്കണോമിയിലേക്ക് അയ്യപ്പ ഭക്തർ കൊടുക്കുന്ന സംഭാവന വളരെ വലുതാണ്. അത് കേരളത്തിലെ ഹോട്ടൽ ഇൻഡസ്ട്രി ആണെങ്കിലും, കേരളത്തിലെ ഏറ്റവും മിനിമം കേരളത്തിലെ പെട്രോൾ പമ്പുകളിൽ നിന്ന് പുറമേ നിന്ന് വരുന്ന അയ്യപ്പ ഭക്തർ വരുന്ന വാഹനങ്ങൾക്ക് അടിക്കുന്ന ഫ്യൂവലിന്, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും സെസ് അടക്കമുള്ള നികുതികൾ, അത് മാത്രം നമ്മൾ പരിശോധിച്ചാൽ പോരെ എത്രമാത്രം വരുമാനമാണ് കേരളത്തിന് ലഭിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ശബരിമല തീർത്ഥാടനം ആ തീർത്ഥാടകർക്ക് ഏറ്റവും ഭംഗിയായി നടത്താനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്, സംസ്ഥാന സർക്കാരിനുണ്ട്, സമൂഹത്തിനുമുണ്ട്, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനുണ്ട്, ഹൈന്ദവ സംഘടനകൾക്കുണ്ട്. പക്ഷേ ഇവിടെ സർക്കാർ ചെയ്യുന്ന പ്രശ്നം എന്താ? സർക്കാർ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ മുഴുവൻ ഏകോപിപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഇത് ഭംഗിയായി നടത്തിക്കൊണ്ടു പോകാം എന്ന നിലപാടെടുക്കുന്നതിന് പകരം സർക്കാർ വളരെ പ്രതിലോമകരമായിട്ടുള്ളൊരു നിലപാട് ശബരിമലയോട് സ്വീകരിക്കുന്നു, ശത്രുതാപരമായിട്ടുള്ള നിലപാട് ശബരിമലയോട് സ്വീകരിക്കുന്നു. ശബരിമല തീർത്ഥാടനം അട്ടിമറിക്കപ്പെടാൻ വേണ്ടി അട്ടിമറിക്കപ്പെട്ടാലും കുഴപ്പമില്ല എന്ന സമീപനം ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ആക്ഷേപം. ശബരിമലയോട് വലിയ തോതിലുള്ള അനീതിയാണ് കാണിക്കുന്നത്. കേരളത്തിന് ഇത്രയും വലിയ സംഭാവന കൊടുക്കുന്ന, കേരളത്തിൻ്റെ എക്കണോമിയെ താങ്ങി നിർത്തുന്ന ശബരിമല തീർത്ഥാടനത്തെ നിങ്ങൾ അതിനെങ്ങനെ വ്യാഖ്യാനിച്ചാലും ശരി, ഞാനതിൽ പലപ്പോഴും പല ആളുകളും ആരോപണമായിട്ട് ഉന്നയിക്കുന്നത് ഞങ്ങളത് ആ കാര്യങ്ങളിൽ ഈ ശബരിമല വരുമാനം സംബന്ധിച്ചൊക്കെ തെറ്റായ കാര്യങ്ങൾ പറയുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വാസ്തവം എന്താ? കേരളത്തിലെ പല NGOs ഒക്കെ നടത്തിയ പഠനത്തിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച്, ശബരിമലയിലെ വരുമാനത്തെക്കുറിച്ചൊക്കെ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ തീർത്ഥാടനത്തെ ഭംഗിയായി നടത്തിക്കൊണ്ടു പോകേണ്ട സർക്കാർ അതിന് പകരം ഇവർ അധികാരത്തിൽ വന്ന നാളെ തൊട്ട് ശബരിമലയോട് ശത്രുതാപരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു, തീർത്ഥാടനത്തെ തകർക്കാൻ നോക്കുന്നു.
അതെല്ലാം മുൻ വർഷങ്ങളിൽ അനുഭവങ്ങളുണ്ടല്ലോ. ഈ ശബരിമല ഒഴിച്ച് നമ്മൾ മറ്റുള്ള ജനകീയ പ്രശ്നങ്ങളിലേക്ക് വരുമ്പോൾ, ജനകീയ പ്രശ്നങ്ങളിൽ സത്യത്തിൽ ഗവർണർ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ റോൾ എടുക്കുമ്പോഴും BJP എവിടെയാണെന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ഒരു കർഷകൻ ഈ നാട്ടിൽ ആത്മഹത്യ ചെയ്തു, മറിയക്കുട്ടി പോലെയുള്ള ആളുകൾ ഈ നാട്ടിൽ വലിയ പ്രതിഷേധമുയർത്തുന്നു, പിച്ചിച്ചട്ടിയുമായി പുറത്തേക്ക് ഇറക്കുന്നു. അവർ കറുത്ത തുണിക്കെതിരെയുള്ള പ്രതിഷേധവുമായി അവർ അടിവസ്ത്രം ഉയർത്തിക്കാട്ടി പ്രതിഷേധിക്കുന്നു. ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കെല്ലാം വലിയൊരു സ്വീകാര്യത കിട്ടുന്നത് സത്യത്തിൽ ഇവിടെയുള്ള കോൺഗ്രസും BJP ഒക്കെ ഈ റോൾ കൃത്യമായിട്ട് ഏറ്റെടുക്കാത്തതുകൊണ്ടല്ലേ ശ്രദ്ധിക്കും? BJP ഈ സംസ്ഥാനത്ത് യഥാർത്ഥ പ്രതിപക്ഷമല്ലെങ്കിൽ പോലും പ്രതിപക്ഷത്തിൻ്റെ റോൾ നിർവഹിക്കുന്നത് BJP ആണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം എന്ന് പറയുന്നത്, ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള നവകേരള യാത്ര തുടങ്ങിയത് മുതലുള്ള രാഷ്ട്രീയ ചർച്ച നിങ്ങൾ പരിശോധിക്കും. കേരളത്തിൽ ഈ രാഷ്ട്രീയ ചർച്ചയുടെ ഒരു എൻഡിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയും CPM-ഉം ഇടതുപക്ഷ സർക്കാരുമാണെങ്കിൽ ഇതിൻ്റെ മറുവശത്തുള്ള എൻഡിലുള്ളത് BJP-യും കേന്ദ്ര സർക്കാരുമാണ്. സ്വാഭാവികമായിട്ടും ഞങ്ങളാണ് ഈ സംസ്ഥാന സർക്കാർ നേരിടുന്ന ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തിയതും സംസ്ഥാന സർക്കാരിൻ്റെ ധൂർത്തും ധാരാളിത്തവും സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഡേറ്റ സഹിതമുള്ള വിവരങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുന്നതും അത് സംബന്ധിച്ച് നിരന്തരമായ പ്രചരണങ്ങളിൽ ഈ സംസ്ഥാന സർക്കാർ നടത്തുന്ന കള്ളപ്രചരണങ്ങൾക്കെതിരായി ജനങ്ങൾക്കിടയിൽ അവബോധമുണ്ടാക്കുന്നതും അതെല്ലാം ചെയ്യുന്നത് BJP-യാണ്. ഇവിടെ കോൺഗ്രസ് എവിടെയാണ് ഉള്ളത്? കോൺഗ്രസ് അതിനിടയിൽ അവരുടെ സ്പേസ് നഷ്ടപ്പെടുന്നു എന്ന് കാണുന്ന സമയത്ത് യൂത്ത് കോൺഗ്രസ്സുകാരെ ഇറക്കി ചെരുപ്പെറിയുന്നത് പോലെയോ അല്ലെങ്കിൽ ഷൂ എറിയുന്നത് പോലെയുള്ള ചില പരിപാടികളുമായിട്ട് നടക്കുന്ന അപ്പുറം കേരളത്തിലെ യഥാർത്ഥ പ്രതിപക്ഷത്തിൻ്റെ റോള് BJP തന്നെയാണ് നിർവഹിക്കുന്നത്. മറ്റൊന്ന്, ഞങ്ങൾ കോൺഗ്രസിനെ പോലെയല്ല, ഞങ്ങൾ വളരെ കൺസ്ട്രക്റ്റീവായിട്ട് തന്നെയാണ് ഈ കാര്യങ്ങളിൽ പ്രതികരിക്കുന്നത്. ഞങ്ങൾ കൃത്യമായി ഡേറ്റ സഹിതം പ്രതികരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയുമൊക്കെ കേരളത്തിൻ്റെ സാമ്പത്തികം സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള അവാസ്തവമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഞങ്ങൾ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ, അത് പാർലമെൻറ്റിനകത്തും പുറത്തുമായിട്ട് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ജനങ്ങൾക്കിടയിലേക്ക് ഞങ്ങൾ അത് എത്തിക്കുന്നുമുണ്ട്. ബഹുജന പ്രക്ഷോഭങ്ങളും BJP-യുടെ നേതൃത്വത്തിൽ നിരവധിയായിട്ടുള്ള വിഷയങ്ങളിൽ ഇക്കാലത്ത് നടന്നിട്ടുണ്ട്. ഇപ്പോൾ കരിവന്നൂർ വിഷയം, കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആയിരക്കണക്കിന് മനുഷ്യർ അവരുടെ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച പണം സഹകരണ ബാങ്കുകൾ കൊണ്ടുപോയി നിക്ഷേപിച്ചപ്പോൾ അതിൻ്റെ ഭരണനേതൃത്വത്തിലുള്ള CPM-കാർ ആ പണമെടുത്ത് അഴിമതി നടത്തുകയും പാർട്ടിക്കാർക്ക് വാരിക്കോരി വായ്പകൾ കൊടുക്കുകയും അത്തരം വായ്പകൾ തിരിച്ചടയ്ക്കാതെ ബാങ്കുകൾ പ്രതിസന്ധിയിലാവുകയും ചെയ്ത സമയത്ത് കരിവന്നൂർ പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിൽ ആരാണ് സമരവുമായി രംഗത്തിറങ്ങിയത്? ബഹുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിൽ ആ പ്രക്ഷോഭത്തെ മാറ്റിയെടുത്തതാരാണ്? അപ്പോൾ BJP എവിടെയും ഇല്ല എന്ന് പറയുന്നത് അർത്ഥമില്ല. കേരളത്തിലെ ജനങ്ങളെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഞങ്ങളാണ് കൃത്യമായി കേരളത്തിലെ ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്നത് എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. BJP ഇപ്പോൾ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ ഒരു പദയാത്ര നടത്തി. തീർച്ചയായിട്ടും കരുവന്നൂർ ഒരു ശ്രദ്ധ ആകർഷിച്ചു എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ പലപ്പോഴും എന്നെപ്പോലെയുള്ള വളരെ കീൻലി ഇത് ഒബ്സർവ് ചെയ്യുന്ന ആളുകൾക്ക് പോലും തോന്നിയിരിക്കുന്ന ഒരു കാര്യം, വേണ്ട രീതിയിലുള്ളൊരു സമരമാർഗ്ഗങ്ങളിലേക്ക് BJP കടക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള ഒരു സമരം എന്ന് പറയുന്നത് ട്രിവാൻഡ്രം കോർപ്പറേഷനിൽ ആര്യ രാജേന്ദ്രനെതിരെ BJP എടുത്തിട്ടുള്ള സമരമാണ്. ആ സമരം കുറെ കൂടി ശക്തമായി കൊണ്ടുപോവുകയും അത് വലിയ ജനശ്രദ്ധ ആകർഷിക്കുകയൊക്കെ ചെയ്തു. ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള ഒരു സമരങ്ങളിലേക്ക് BJP പോകുന്നില്ല. ഇപ്പം കരുവന്നൂരിൻ്റെ വിഷയത്തിൽ തന്നെ സന്ദീപ് ജി പറഞ്ഞതിൽ അനിൽ അക്കരെ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ അവിടെ വലിയ സമരത്തിലാണ്. പക്ഷേ കോൺഗ്രസ് പോലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള പ്രശ്നം ഈ മൂന്ന് പാർട്ടികളും തമ്മിൽ ഒരു കൊടുക്കൽ വാങ്ങലുകളുണ്ട് എന്ന് പറയുന്ന ഒരു ചിന്ത ആളുകളിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. നോക്കൂ, കോൺഗ്രസിലെ ഒരു മുൻ MLA BJP നടത്തിയ പത്രസമ്മേളനത്തിൻ്റെ BJP പുറത്തുവിട്ട പ്രസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോപ്പി എടുത്തുകൊണ്ട് രാവിലെ പോയി പത്രസമ്മേളനം നടത്തും. എന്നിട്ടൊരു പ്രതിച്ഛായ നിർമ്മിക്കുകയാണ് അദ്ദേഹമാണ് ഈ അഴിമതിക്കെതിരെ പോരാടുന്നത്. അതിനെ ആ ഗൗരവത്തിലെടുത്താൽ മതി. ഈ വിഷയങ്ങളൊക്കെ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നിട്ടത് BJP-യാണ്. പിന്നെ ഈ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചോളം, കേരളത്തിലെ ആളുകൾക്ക്, ഇപ്പോൾ അങ്ങടക്കമുള്ള ആളുകൾക്ക് ഈ സമരം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇടത് ശൈലിയിലുള്ള, അല്ലെങ്കിൽ കാലങ്ങളായിട്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ ചെയ്തിട്ടുള്ള രീതിയിലുള്ള വലിയുള്ള അക്രമ സമരം, അതൊക്കെയാണ് സമരം എന്ന രീതിയിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾ അതിലപ്പുറം വളരെ ക്രിയാത്മകമായിട്ടുള്ള കാര്യങ്ങളിലൂടെ ജനങ്ങൾക്കിടയിൽ എത്താൻ വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുന്നത്. പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാർ ചെയ്യുന്ന ജനങ്ങളുടെ നിരവധിയായിട്ടുള്ള സാമൂഹ്യക്ഷേമ പദ്ധതികൾ, അത്തരം പ്രവർത്തനങ്ങൾ ഇതെല്ലാം ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയൊരു പ്രവർത്തനം ഞങ്ങൾ അതിൻ്റെ ഒപ്പം ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ വളരെ മൈക്രോ ലെവലിലുള്ള പ്രശ്നങ്ങൾ, താഴത്തെ തലത്ത് പഞ്ചായത്തുകളിലൊക്കെയുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ അതാത് സമയത്ത് ഉയർത്തി കൊണ്ടുവരുന്നുണ്ട്. ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ ഞങ്ങളുടെ പ്രാദേശിക തലങ്ങളിലുള്ള യൂണിറ്റുകൾ ഇടപെടുന്നുണ്ട്. കേരളത്തിൽ കോൺഗ്രസിനേക്കാൾ അധികം ഇത്തരം കാര്യങ്ങളിൽ
ശക്തമായി ഇടപെടാൻ ബി ജെ പി മറുവശത്തുള്ളത് ഒരു പ്രചാരണമാണ്. അതായത് ഒരു നറേറ്റീവ് കേരളത്തിലെ മീഡിയാസ് സെറ്റ് ചെയ്യുന്നുണ്ട്, ഒരു വിഭാഗം ആളുകൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അത് ബി ജെ പി പ്രക്ഷോഭത്തിൽ വേണ്ട രീതിയിൽ ഇടപെടുന്നില്ല, പ്രക്ഷോഭങ്ങൾ ചെയ്യുന്നില്ല. അത് വാസ്തവത്തിൽ കേരളത്തിലെ മീഡിയകളിൽ ബി ജെ പിക്ക് വേണ്ടത്ര സ്പേസ് കിട്ടുന്നില്ല എന്നുള്ള സത്യമാണ്. ഒരുപക്ഷെ ബി ജെ പി ചെയ്യുന്ന സമരങ്ങൾ അല്ലെങ്കിൽ ബി ജെ പി ഏറ്റെടുക്കുന്ന വിഷയങ്ങൾ അത് അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യാൻ കേരളത്തിലെ മാധ്യമങ്ങൾ പലപ്പോഴും തയ്യാറാകുന്നില്ല എന്നൊരു പ്രശ്നം. അല്ല, ബി ജെ പിക്ക് തന്നെ ഇതിൽ പല കൺഫ്യൂഷൻസും ഉള്ളതായും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ തവണ രാജഗോപാൽ സാറുമായിട്ട് സംസാരിച്ചപ്പോൾ ഇതുപോലെ തന്നെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ രാജഗോപാൽ സാർ അന്ന് വ്യക്തമായി അതിനു മുമ്പ് കേരളീയം എന്ന് പറഞ്ഞ പരിപാടിയിൽ പങ്കെടുക്കുകയും അദ്ദേഹം വ്യക്തമായി പറയുകയും ചെയ്തത് ബി ജെ പി എന്തിനാണ് കേരളീയത്തെ എതിർക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്, ബി ജെ പിയിൽ തന്നെ ഇതിനൊരു കൺഫ്യൂഷൻ ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. രാജഗോപാൽ നവതി കഴിഞ്ഞിട്ടുള്ള വളരെ പരിണതപ്രജ്ഞനായിട്ടുള്ള വളരെ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവാണ്. അദ്ദേഹം കേരളത്തിൻ്റെ മുഴുവൻ നേതാവാണ്. അദ്ദേഹം പറഞ്ഞൊരു അഭിപ്രായത്തെ ഖണ്ഡിക്കാനുള്ള രാഷ്ട്രീയ പരിചയമോ പക്വതയോ എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് സംബന്ധിച്ച് ഒരഭിപ്രായം ഞാൻ പറയുന്നത്, കേന്ദ്ര ഗവൺമെൻറ് നടന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കൃത്യമായി ജനങ്ങളിലേക്കുള്ള ഒരു അവയർനെസ് കൊടുക്കുന്നതിലും ബി ജെ പി പരാജയപ്പെടുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന ഒരു മന്ത്രി, അസാധ്യമായിട്ടുള്ള പെർഫോമൻസ് ആണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത്. കാരണം ഞാൻ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഒരു 2 വീഡിയോ ടോട്ടലി അദ്ദേഹത്തിൻ്റെ ഒരു പോർട്ട്ഫോളിയോയെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. അതായത് 2014 പണിതിരുന്ന റോഡുകളേക്കാൾ ഏതാണ്ട് ഒരു 20 ഇരട്ടി 250 ഇരട്ടി റോഡുകളാണ് നമ്മളിപ്പോൾ പണിതുകൊണ്ടിരിക്കുക. ഒരു ദിവസം 23,000 കിലോമീറ്ററാണ്. അപ്പോൾ അതേപോലെ തന്നെ അദ്ദേഹം പല പ്രൊജക്റ്റുകളും നടപ്പിലാക്കിയിട്ടുണ്ട്. അതെല്ലാം അതിഗംഭീരമായിട്ടുള്ള പ്രൊജക്റ്റുകളാണ്. കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറിച്ച് ജനങ്ങൾക്ക് ഇപ്പോഴും മതിപ്പുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒട്ടും കറപ്റ്റഡ് അല്ലാത്ത ഒരു ഗവൺമെൻറ് ഭരിക്കുന്നു, വലിയ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നു എന്നൊക്കെ ആളുകൾക്കുണ്ട്. പക്ഷെ അത് ഇവിടെ കേരളത്തിലേക്ക് ഗുണപരമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു നേതൃത്വമില്ല എന്നുള്ളതാണ് വലിയ വിമർശനമുള്ളത്. പലപ്പോഴും ഇപ്പോൾ ഞാൻ വളരെ ഓപ്പൺലി ചോദിച്ചാൽ, ഞാൻ അങ്ങനെ വിളിക്കുന്നില്ല, പക്ഷെ ആളുകളൊക്കെ പറയുന്നത് സന്ദീപ് ജി കേട്ടിട്ടുണ്ടാവും. കാരണം KJP എന്ന് പറഞ്ഞ് ആളുകൾ BJPയുടെ അനുഭാവമുള്ളവർ പോലും അത്തരത്തിലുള്ള പല വിമർശനങ്ങളും നടത്തുന്നത് കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ചോദ്യം ചെയ്യുന്നത്. അത്തരം വിമർശനങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല. നോക്കൂ, ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് താങ്കൾ തന്നെ സൂചിപ്പിച്ചു, കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ മതിപ്പുണ്ട്. അതെ, ആ വലിയ മതിപ്പ് എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്? ആ വലിയ മതിപ്പ് സൃഷ്ടിച്ചതിൽ തീർച്ചയായിട്ടും BJPയുടെ സംസ്ഥാന ഘടകം നടത്തിയിട്ടുള്ള അശ്രാന്ത പരിശ്രമങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്. അത് നിഷേധിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ വളരെ ബ്ലൈൻഡായിട്ട് BJP ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയാം. പക്ഷേ കേരളത്തിലെ, ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് ജൻധൻ അക്കൗണ്ട് എടുത്തു കൊടുത്തത് എങ്ങനെയാണ്? അത് കേരളത്തിലെ ബാങ്ക് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുടെ മാത്രം കഴിവുകൊണ്ടാണ്? അല്ല. കേരളത്തിലെ ഓരോ ബൂത്തുകളിലും BJP പ്രവർത്തകർ ഹെൽപ്പ് ഡെസ്ക് ഇട്ട് ഇരുന്ന് ജനങ്ങളെ ജൻധൻ അക്കൗണ്ടുകളിൽ ചേർക്കുകയായിരുന്നു. ആ ജൻധൻ അക്കൗണ്ടുകൾക്ക് അതിന് മുമ്പ് 2014 മുമ്പ് ഏകദേശം കേരളത്തിൽ 40% താഴെ അല്ലെങ്കിൽ 50% താഴെ ജനങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത് 100% കുടുംബങ്ങളിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ആ ബാങ്ക് അക്കൗണ്ട് 100% കുടുംബങ്ങൾ വന്ന സമയത്ത് എന്താ സംഭവിച്ചത്? സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ നിരവധി സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ ആയിട്ട് ഈ അക്കൗണ്ടുകൾ വരാൻ തുടങ്ങി. ഉദാഹരണത്തിന് PM കിസാൻ സമ്മാൻ യോജനയ്ക്ക് കേരളത്തിൽ 37 ലക്ഷത്തിലധികം ഉപഭോക്താക്കളുണ്ട്. 37 ലക്ഷം കുടുംബങ്ങളിലേക്ക് പ്രതിവർഷം 6,000 രൂപ പ്രധാനമന്ത്രിയുടെ എത്തുകയാണ്. സ്വാഭാവികമായിട്ടും BJPയുടെ സംസ്ഥാന ഘടകവും BJP പ്രവർത്തകരും കേരളത്തിലെ BJP പ്രവർത്തകരും അധ്വാനിച്ചതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ 37 ലക്ഷം കുടുംബങ്ങൾക്ക് PM കിസാൻ സമ്മാൻ യോജനയിലൂടെ പ്രതിവർഷം 6,000 രൂപ കിട്ടാൻ തുടങ്ങിയത്. അതിനു മുൻപ് അതിന് വേണ്ട അടിസ്ഥാന സൗകര്യം, ഇൻഫ്രാസ്ട്രക്ചർ, ബാങ്കിങ് ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കിയത് ഞങ്ങൾ തന്നെയാണ്. ഞങ്ങളുടെ സംസ്ഥാനത്തെ പ്രവർത്തകർ തന്നെയാണ് മുൻകൈ എടുത്ത കാര്യങ്ങൾ ചെയ്തത്. അത് നോക്കൂ, അത് കേവലം BJPയുടെ ഒരു രാഷ്ട്രീയ പരിപാടി മാത്രമല്ല, കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യരെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രോപ്പർ എക്കണോമിയുടെ ഭാഗമാക്കി മാറ്റുന്ന ഒരു വിപ്ലവകരമായ ഒരു പരിപാടി കൂടിയായിരുന്നു. അത് നടത്തിയത് കേരളത്തിലെ BJP പ്രവർത്തകരാണ്. ഒരുപക്ഷെ 100% സാക്ഷരതയിലേക്ക് നമ്മുടെ നാടിനെ കൈപിടിച്ചെത്തിച്ചു എന്ന് പറയുന്നത് പോലെ അഭിമാനിക്കാവുന്നൊരു സംഗതിയാണ് 100% കുടുംബങ്ങളിലേക്ക് ബാങ്കിങ് സൗകര്യം എത്തിച്ചു എന്നുള്ളത്. കാരണം സ്വാതന്ത്ര്യം കിട്ടിയ 60 വർഷക്കാലത്തിനിപ്പുറവും നമ്മുടെ രാജ്യത്തെ 50%-ലധികം ജനങ്ങൾ പ്രോപ്പർ ബാങ്കിങ് മേഖലയിൽ നിന്ന് പുറത്ത് കിടന്നിരുന്ന ഒരു സാഹചര്യത്തിലാണ് കേവലം 1-1.5 വർഷക്കാലത്തിനുള്ളിൽ അത് 100%-ലേക്ക് എത്തിക്കാൻ സാധിച്ചത്. അത് നടത്തിയത് ഞങ്ങളാണ്. ആ ക്രെഡിറ്റ് എങ്കിലും കേരളത്തിലെ BJP കൊടുക്കണ്ടേ? സാധാരണ ഒരു ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് വളരെ കൃത്യമായി BJP ഡിഫെൻഡ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരാളായിരുന്നു താങ്കൾ. പക്ഷെ താങ്കൾ അടക്കമുള്ള കുറേ ആളുകളെ കുറേ സമയത്തേക്കെങ്കിലും പിന്നീട് അതിനുവേണ്ടി നിയോഗിക്കാതായി എന്ന് പറയുന്നൊരു വിമർശനമുണ്ട്. താങ്കൾക്ക് ഞാനിപ്പോൾ പേരുകൾ പറഞ്ഞാൽ സന്ദീപ് വാചസ്പതി ആണെങ്കിലും അതുപോലെയുള്ള നിരവധി ശിവശങ്കരനാണെങ്കിലും ഇതുപോലെയുള്ള ആളുകളെയൊക്കെ പെട്ടെന്ന് വിഡ്രോ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായി. താങ്കളുടെ കേസിൽ അത് പാർട്ടിയിൽ നിന്ന് ചില തീരുമാനങ്ങളുണ്ടായി എന്നുള്ളത് നമുക്കറിയാം. ഞാൻ പേഴ്സണലി അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ എങ്കിലും ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് തന്നെ BJP പുറകോട്ട് വലിക്കുന്നില്ല എന്നല്ല. കാരണം അതിനെ റീപ്ലേസ് ചെയ്യാൻ BJPക്ക് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ചിന്ത. രാഷ്ട്രീയമായിട്ട് ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും അവരുടെ പാർട്ടിയിലെ ചില തീരുമാനങ്ങളുണ്ടാവും,
ചില സമയത്ത് ചില കാര്യങ്ങൾ ചെയ്യും. അതെല്ലാം കാലം കടന്നു പോകുന്ന സമയത്ത് പലപ്പോഴും അത് പാർട്ടി തന്നെ യോജിക്കുന്ന തീരുമാനങ്ങൾ വീണ്ടും എടുക്കും. ആ തീരുമാനങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങളൊക്കെ ബാധ്യസ്ഥരാണ്. അത് പാർട്ടി എന്ത് തീരുമാനമെടുത്താലും ആ തീരുമാനത്തെ ശിരസാ വഹിച്ചുകൊണ്ട് പാർട്ടിയുടെ അച്ചടക്കമുള്ള പ്രവർത്തകരായി മുന്നോട്ട് പോകാനാണ് ഞങ്ങളെല്ലാവരും പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ മാറ്റി നിർത്തിയെന്നും പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. എല്ലാ കാലത്തും പാർട്ടി അർഹിക്കുന്ന പരിഗണന തീർച്ചയായിട്ടും എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. അത്തരം ഒരു രാഷ്ട്രീയ പാർട്ടി BJP മാത്രമല്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ സാധാരണ ഒരു ബൂത്തിൽ പോസ്റ്റർ ഒട്ടിക്കുന്ന പ്രവർത്തകനും രാജ്യത്തിൻ്റെ നാളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാമെന്നോ അല്ലെങ്കിൽ BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആകാമെന്നോ ഒക്കെ സ്വപ്നം കാണാൻ കഴിയുന്നത് ഈ പാർട്ടിയിൽ മാത്രമാണ്. കോൺഗ്രസിൽ കഴിയോ? കോൺഗ്രസിൽ ഒരു പ്രത്യേക കുടുംബത്തിൽ ജനിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ. CPM-നുള്ളിൽ തന്നെ പാർട്ടിയിൽ വളർന്നു വരണമെങ്കിൽ അത് പ്രത്യേക ചില ഇക്വേഷൻസ് ഉണ്ട്, ചില സമവാക്യങ്ങളുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നിങ്ങളുടെ ജാതിയോ മതമോ നിങ്ങളുടെ സാമ്പത്തിക പശ്ചാത്തലമോ നിങ്ങളുടെ കുടുംബ പശ്ചാത്തലമോ ഒന്നും BJP-യിൽ വിഷയമല്ല. നിങ്ങളുടെ കഴിവ് മാത്രമാണ് മാനദണ്ഡം. ആ കഴിവനുസരിച്ച് പാർട്ടിയിൽ നേതൃത്വം നിലയെ വളർത്തിക്കൊണ്ടുവരാൻ BJP-യിൽ ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിൻ്റെ ഭാഗമായാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും പാർട്ടി നേതൃത്വം ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതനുസരിക്കാൻ ഞങ്ങൾക്ക് ബാധ്യതയുണ്ട്. ഞങ്ങളെല്ലാവരും, താങ്കൾ പറഞ്ഞ പേര് ഉള്ള എല്ലാ ആളുകളും അതെല്ലാം അനുസരിക്കുന്നവരാണ്, അച്ചടക്കമുള്ള പ്രവർത്തകരാണ്. ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പം നമ്മളിപ്പോൾ റീസെൻ്റായി കാണുന്നത് ദേവൻ എന്ന് പറയുന്ന കേരള പീപ്പിൾസ് പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കിയ ദേവൻ ഇപ്പോൾ BJPയുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡൻ്റായി മാറുന്നു. ഇതിനു മുമ്പ് E. ശ്രീധരൻ സാർ വന്നു. അതുപോലെ തന്നെ TP സെൻകുമാർ ഔദ്യോഗികമായ അംഗത്വം എടുത്തില്ലെങ്കിലും BJPയുടെ അനുഭവം കാണിച്ചു. AP അബ്ദുള്ളക്കുട്ടിയെ കൊണ്ടുവന്നു, അനിൽ ആന്റണിയെ കൊണ്ടുവന്നു. ഇത്തരത്തിലുള്ള നിരവധി ആളുകളെ കൊണ്ടുവന്നിട്ടും BJPക്ക് ഒരു വളർച്ച ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഒരു 10% നിന്ന് ഇപ്പോൾ ഏതാണ്ട് 13% ഏറ്റവും വളർച്ചയാണ്. തീർച്ചയായും 3% വളർച്ച ഉണ്ടായിട്ടുണ്ട്. 3% കേരളത്തിലെ രാഷ്ട്രീയത്തിൽ വലിയ വളർച്ചയാണ്. 15% വോട്ടുണ്ട്. അതെ, 15%-ഓളം NDA കൂടി കൂടുമ്പോഴത്തേക്ക് വോട്ടുണ്ട്. പക്ഷെ എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇങ്ങനെയല്ല സംഭവിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ പറയുന്നത് ഒരു ഓർഗാനിക് ഗ്രോത്ത് ഉണ്ടായ ഒരു സംസ്ഥാനമാണ് കേരളം. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പൊ ഗോവയിലാണെങ്കിൽ അല്ലെങ്കിൽ ത്രിപുരയിലാണെങ്കിൽ മറ്റ് പല സ്റ്റേറ്റുകളിലാണെങ്കിലും മറ്റു പല പാർട്ടികളിൽ നിന്നും ആളുകളെ പെട്ടെന്ന് ഒരുപാട് ആളുകൾ ഒരുമിച്ച് വന്ന് ചേരുകയും അങ്ങനെ പെട്ടെന്ന് BJPക്ക് വലിയ ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള ഒരു ഓർഗാനിക് ഗ്രോത്തിന് ഇത്തരം ആളുകൾ സംഭാവന ചെയ്തു. എന്താണ് അതിൽ സന്ദീപ്ജിയോ അല്ലെങ്കിൽ നേതൃത്വമൊക്കെ കാണുന്നത് എന്താണ്? കാരണം ഇപ്പോൾ ഭീമൻ രഘുവിനെ പോലെയുള്ള ആളുകളൊക്കെ വന്ന് കുറച്ച് കഴിയുമ്പോൾ രാജസേനെ പോലെയുള്ള ആളുകൾ വന്നു. അപ്പോൾ അത്തരം ആളുകളൊക്കെ വന്നിട്ട് ശരിക്കും അത് ഡാമേജ് അല്ലേ കുറെ കൂടി ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എല്ലാവരെ കുറിച്ചും അല്ല ഞാൻ അങ്ങനെ ഞാൻ ഒരു വ്യക്തിയെയും അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആളല്ല, ഞാൻ ചെയ്യില്ല. BJPയിലേക്ക് ആര് പുതുതായി വന്നാലും അത് പാർട്ടിക്ക് നേട്ടം തന്നെയാണ്. ഏതെങ്കിലും ഒരാൾ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്ത് ഞങ്ങൾ വിഷമിക്കാറുമുണ്ട്. കാരണം ദീർഘകാലമായി സഹപ്രവർത്തകരായിരുന്ന ആരെങ്കിലുമൊക്കെ അവരുടേതായിട്ടുള്ള വ്യക്തിപരമായ വിഷമം കൊണ്ട് അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും മനുഷ്യരെന്നുള്ള നിലയ്ക്ക് നമുക്കൊക്കെ വിഷമം ഉണ്ടാക്കുന്നതാണ്. എല്ലാവരും മനുഷ്യരാണല്ലോ ബേസിക്കലി. അപ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവും ചില സമയത്ത്. അതുപോലെ തന്നെ പാർട്ടിയിലേക്ക് വരുന്ന ആളുകളൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ പാർട്ടിയുടെ വളർച്ചയ്ക്ക് സംഭാവന നൽകാൻ ശേഷിയുള്ളവരാണ്. നമ്മൾ ആരെയും താഴ്ത്തി കാണിക്കാൻ പറ്റില്ല. ആരെയും താഴ്ത്തി കാണിക്കുന്നതും ശരിയല്ല. ഉദാഹരണത്തിന് അങ്ങ് സൂചിപ്പിച്ച പോലെ ശ്രീ ദേവൻ, അദ്ദേഹത്തിനെ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ട് പാർട്ടി തിരഞ്ഞെടുത്തു. അദ്ദേഹം വളരെ ദീർഘകാലമായി ഇന്ത്യൻ സിനിമയിൽ സ്വന്തമായിട്ടുള്ളൊരു ഇടം നേടിയിട്ടുള്ള വ്യക്തിയാണ്. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സിനിമകളിൽ മിക്കവാറും എല്ലാ ഭാഷകളിലും പ്രധാനപ്പെട്ട നായക നടന്മാരുടെ കൂടെയൊക്കെ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള, ദക്ഷിണേന്ത്യയിൽ എവിടെ പോയാലും അദ്ദേഹത്തെ തിരിച്ചറിയുന്ന ഒരു മുഖമുള്ള മലയാളിയായിട്ടുള്ളൊരു നടനാണ്. ഈ പുറമേ നിന്നിട്ട് ഇപ്പോൾ BJPയിൽ ഒരാൾ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ചുമതല കൊടുക്കുന്ന സമയത്ത് പുറമേ നിന്ന് അദ്ദേഹം എന്ത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു എന്നൊക്കെ ആക്ഷേപിക്കുന്ന എന്താ? ഇതേ ദേവൻ നാളെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലാണ് പോകുന്നതെങ്കിൽ ഇവിടെ എല്ലാവരും ചേർന്ന് കൈയടിക്കുമല്ലോ. അപ്പോൾ BJPയിൽ ഒരാൾ വന്ന് ചേരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇമേജിനെ ടാർണിഷ് ചെയ്യാനും അദ്ദേഹത്തെ ചെറുതാക്കി കാണിക്കാനുമുള്ള ആസൂത്രിതമായ പരിശ്രമം ഉണ്ടാകുന്നുണ്ട്. അത് കേരളത്തിലെ മാധ്യമങ്ങളും ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളും ചേർന്ന് നടത്തുന്ന ഒരു പ്രചാരവേലയുടെ ഭാഗമായിട്ട് ഞാൻ കരുതുന്നുള്ളൂ. അല്ല, സന്ദീപ് ജി പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. ഞാൻ അതിനോട് അനുകൂലിക്കുന്നു. കാരണം ഏതൊരാളും പാർട്ടിയിലേക്ക് മെമ്പർഷിപ്പ് എടുക്കുന്നത് പാർട്ടിക്ക് നേട്ടവും വിട്ടുപോകുന്നത് കോട്ടവുമാണ്. അത് പറഞ്ഞതിനെ തത്വത്തിൽ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷെ പ്രശ്നം ഈ പാർട്ടിയിലേക്ക് വരുമ്പോൾ തന്നെ ചിലർക്ക് വലിയ സ്ഥാനങ്ങൾ കിട്ടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്
ഭീമൻ രഘു വന്നിട്ട്, ഇപ്പോൾ താങ്കൾ വ്യക്തിപരമായൊന്നും പറയേണ്ടായിരിക്കില്ല, പക്ഷേ ഞാൻ നിലപാടുകളാണ് ഞാനും പറയുന്നത്, വ്യക്തിപരമായിട്ടല്ല. ഭീമൻ രഘു വന്ന് ഈ പാർട്ടിയിലേക്ക് വന്ന് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഇലക്ഷൻ മത്സരിക്കാനുള്ള ഒരു അവസരം കൊടുക്കുന്നു, രാജസേനൻ വരുമ്പോൾ അത്തരത്തിലുള്ള അവസരം കൊടുക്കുന്നു. ഇതിന് ശേഷം ഇവർ പുറത്തു പോയി പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് അത് വലിയ ഡാമേജ് ഉണ്ടാക്കില്ല എന്നുള്ളതാണ് ചോദ്യം. കാരണം ഭീമൻ രഘു പറഞ്ഞ ഒരു വാചകം ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ളത്, BJP എന്താണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു നക്ക് പാർട്ടിയാണെന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയോളജി ഇല്ലാത്ത പാർട്ടിയാണെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞത്, ഇത് നമ്മൾ ഇങ്ങനെ ഒരു സീറ്റ് കൊടുക്കുക, അതായത് ഒരു അർഹതയുള്ളവർക്ക് തീർച്ചയായിട്ടും കൊടുക്കുന്നതിന് തെറ്റില്ല. പക്ഷേ അത്തരത്തിൽ ഒന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള സീറ്റുകളിലേക്ക് ഇരുത്തുമ്പോൾ പിന്നീട് അത് ഡാമേജ് ഉണ്ടാവും, ഒരു ഫ്യൂച്ചർ ലോങ് ടൈമിലേക്കെങ്കിലും അത് പാർട്ടിക്കിടെ ഇമേജിന് ഡാമേജ് ഉണ്ടാവുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. BJP രാജ്യത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ്. രാജ്യത്ത് ബഹുഭൂരിപക്ഷത്തോടെ 2ാം തവണയും ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. 10-18 സ്റ്റേറ്റിൽ ഒറ്റയ്ക്കും സഖ്യത്തിലുമായിട്ട് ഭരണത്തിലുള്ള പാർട്ടിയാണ്. കേരളത്തിൽ 100 കണക്കിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രാതിനിധ്യമുള്ള പാർട്ടിയാണ്. തിരുവനന്തപുരത്ത് പ്രതിപക്ഷമാണ്. പാലക്കാട് മുനിസിപ്പാലിറ്റിയും 12 ഭരിക്കുന്നു. കേരളത്തിലെ എല്ലാ കോർപ്പറേഷനുകളിലും ഞങ്ങൾക്ക് പ്രാതിനിധ്യമുണ്ട്. എല്ലാ മുനിസിപ്പാലിറ്റികളിലും ഞങ്ങളുണ്ട്. മിക്കവാറും എല്ലാ മുനിസിപ്പാലിറ്റികളിലും ഞങ്ങളുണ്ട്. അപ്പോൾ അത്തരം ഒരു രാഷ്ട്രീയ പാർട്ടി ചെറിയൊരു പാർട്ടിയല്ല. ആ പാർട്ടിയിലേക്ക് ഓരോ ദിവസവും ധാരാളം ആളുകൾ പുതുതായി കടന്നു വരുന്നുണ്ട്. ഈ കടന്നു വരുന്ന ആളുകളൊക്കെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവരേത് നിലപാടെടുക്കുമെന്ന് നമ്മൾ കവടി നിർത്തി നോക്കിയിട്ടല്ല അവരെ ഒന്നും പാർട്ടിയിലേക്ക് എടുക്കുന്നത്. അങ്ങനെ കടന്നു വരാൻ തയ്യാറുള്ള ആളുകൾ, ദേശീയധാരയോടൊപ്പം പ്രവർത്തിക്കാൻ തയ്യാറുള്ള ആളുകൾക്ക് കടന്നു വരാം, അവർക്കൂടെ പ്രവർത്തിക്കാം. അവർക്ക് ഇവിടെ പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്നാണ് അവർക്ക് തോന്നുന്നതെങ്കിൽ, അവർക്ക് ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ ഉണ്ടാകുമെങ്കിൽ അവർക്ക് ജനാധിപത്യപരമായി പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ യാതൊരു തടസ്സവുമില്ല. അങ്ങനെ പോയ ആളുകളുടെ വീട്ടിലേക്ക് ഞങ്ങൾ ഇന്നോവ വിടാൻ പോകുന്നില്ല. ഇതൊരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയാണ്. ഇവിടുന്ന് ഈ പാർട്ടിയിൽ നിന്ന് പോയ ആളുകൾ പുറത്തു പോയി വളരെ സമാധാനപരമായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട പാർട്ടിയുടെ കൊടിയും പിടിച്ച് സിനിമാ തിയേറ്ററിലും ഇഷ്ടപ്പെട്ട പാർട്ടിയുടെ കൊടിയും പിടിച്ച് പൊതുപരിപാടികളിലും പോയി മുഖ്യമന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 1 മണിക്കൂർ എണീറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ കൽപ്പിക്കുന്ന, ജനാധിപത്യത്തിന് കൽപ്പിക്കുന്ന വലിയ വില കൊണ്ടാണ്. ഞങ്ങൾ അവരെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കാനോ ഞങ്ങൾ അവരെ എതിർക്കാനോ അതല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളോട് ഒരു പരിധിക്കപ്പുറം പ്രതികരിക്കാനോ ഒന്നും ഞങ്ങൾ പോയിട്ടില്ലല്ലോ. സന്ദീപ് ജി എപ്പോഴും ഇത്തരത്തിൽ വളരെ വ്യക്തിപരമായ ആക്ഷേപങ്ങളൊന്നും ഉന്നയിക്കാത്ത ആൾ തന്നെയാണ്. ചർച്ചകളെല്ലാം നമ്മൾ കാണുന്നതാണ്. പക്ഷേ ഇടയ്ക്ക് ഒരിക്കലെങ്കിലും സന്ദീപ് ജി പറഞ്ഞു പോയിട്ടുള്ളത് ഈ താരങ്ങൾ, അതായത് സിനിമാ താരങ്ങളുമായിട്ടുള്ള പ്രശ്നത്തിൽ സന്ദീപ് ജി കുറച്ചുകൂടി തീക്ഷ്ണമായ നിലപാടെടുത്തു എന്നാണ് എൻ്റെ തോന്നൽ. കാരണം മട്ടാഞ്ചേരി മാഫിയ എന്നും അതുപോലെ അവർ ടാക്സ് അടക്കുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കി വെക്കുന്നത് നന്നായിരിക്കും എന്നൊക്കെയുള്ള വളരെ തീക്ഷ്ണമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിൻ്റെ പിന്നിൽ എന്തായിരുന്നു അത്രമാത്രം പ്രൊവോക്ക് ചെയ്തൊരു കാര്യം? കാരണം ആദ്യമുണ്ടായ സന്ദീപ് ജി പറഞ്ഞ കാര്യം വിജയിക്കുകയും ചെയ്തു. കാരണം ഒരു സംഗീത സദസ്സ് നടത്തുകയും അതിൻ്റെ പണം കൃത്യമായി കൊടുത്തില്ല എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ സന്ദീപ് ജിയുടെ ഭാഗത്തൊരു വിജയമുണ്ടായി. കാരണം അവർ പണം എന്ത് ചെയ്തു, അടച്ചു. പക്ഷെ അതിനുശേഷം ഇത്തരത്തിലുള്ളൊരു കാര്യത്തിലേക്ക് നീങ്ങിയത് എന്തുകൊണ്ടാണെന്നാണ്? അല്ല, അതെല്ലാം നമ്മളൊരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അതാത് സമയത്ത് മുന്നിൽ വരുന്ന കാര്യങ്ങളോട് പ്രതികരിക്കുക. അത്തരം ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു 2019-20 നടന്ന കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ ശേഷം കാലം എത്രയോ കടന്നുപോയി. അതൊന്നും ഇപ്പോൾ പ്രസക്തമല്ലാത്ത കാര്യങ്ങളാണ്. എന്നാൽ പോലും അന്ന് ഉയർത്തിപ്പിടിച്ച പല കാര്യങ്ങളും അന്നത്തെ സാഹചര്യത്തിൽ വളരെ റിലവൻ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വസ്തുതാപരമാണെന്നുള്ളത് പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടുള്ള കാര്യമാണ്. ഞാൻ എന്തായാലും അത് വീണ്ടും ആവർത്തിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. SNC ലാവ്ലിൻ കേസിൽ ഇപ്പോൾ ഏതാണ്ട് 36 തവണയിലധികമായി CBIക്ക് വക്കീലില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റിവെക്കുന്നത്. ഇതിനോടനുബന്ധിച്ചൊരു ചോദ്യം കൂടിയുണ്ട്. സന്ദീപ് ജി രണ്ടും കൂടി ഒരുമിച്ച് ഉത്തരം പറഞ്ഞാൽ മതി. കൊടകര കുഴൽപ്പണ കേസിലും ഈ 2 കേസുകളും ഇങ്ങനെ സെറ്റിൽ ചെയ്യപ്പെടുകയാണ് എന്ന് പറയുന്ന ആക്ഷേപങ്ങളെ കുറിച്ച് എന്താണ് സന്ദീപ് ജി? വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന്, SNC ലാവ്ലിൻ കേസ് എന്നാണ് ഒത്തുതീർപ്പായി പോയത്? SNC ലാവ്ലിൻ കേസൊക്കെ ഒത്തുതീർപ്പായത് അല്ലെങ്കിൽ TP ചന്ദ്രശേഖരൻ കേസൊക്കെ ഒത്തുതീർപ്പായത് സോളാർ കേസുമായി അനുബന്ധിച്ചാണ്. അത് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതല്ല. അത് കോൺഗ്രസിൻ്റെ തന്നെ നേതാക്കന്മാർ പരസ്യമായി ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ശ്രീ VT ബൽറാം തന്നെ ഒരിക്കൽ സോഷ്യൽ മീഡിയയിൽ TP ചന്ദ്രശേഖരൻ കേസ് ഒത്തുതീർപ്പാക്കിയതിൻ്റെ കാര്യങ്ങളൊക്കെ തുറന്നെഴുതിയതും പിന്നീട് അദ്ദേഹം പിൻവലിച്ചതുമാണ്. ഇവിടെ SNC ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെ അക്വിറ്റ് ചെയ്തത് അത് പിന്നെ അദ്ദേഹം നീട്ടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഞാനതല്ല പറയുന്നത്. പിണറായി വിജയനെ ആദ്യം അക്വിറ്റ് ചെയ്തത്, അപ്പോൾ അദ്ദേഹത്തെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയല്ലോ. അത് ഏത് കാലത്താണ്? ഞങ്ങളുടെ കാലത്താണ്. കേന്ദ്രത്തിൽ UPയും ഇവിടെ കോൺഗ്രസ് ഒക്കെ ഭരിക്കുന്ന കാലത്ത് സംഭവിച്ച കാര്യങ്ങളല്ലേ? ഞങ്ങൾ ഭരിക്കുന്ന കാലത്തല്ല ഇതൊന്നും സംഭവിച്ചിട്ടുള്ളത്. SNC ലാവ്ലിൻ കേസ് ദുർബലമായി തീർന്നതും അതിൽ പിണറായി വിജയന് അക്വിറ്റൻസ് കിട്ടിയതുമൊക്കെ കോൺഗ്രസും CPMും തമ്മിൽ നടന്നിട്ടുള്ള ഡീലിൻ്റെ ഭാഗമായിട്ടാണ്. SNC ലാവ്ലിൻ കേസിൽ അപ്പീൽ പോയത് BJP NDA അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. കോൺഗ്രസ് പോയിട്ടില്ല.
പക്ഷേ ആ കേസ് അല്ല, അപ്പീൽ പോയത് സംബന്ധിച്ചിട്ടുള്ള വിധിയാണ് ഇനി കോടതിയിൽ നിന്ന് വരാനുള്ളത്, സുപ്രീം കോടതിയിൽ നിന്ന് വരാനുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ നിരവധി കേസുകൾ സുപ്രീം കോടതിയുടെ ഭാഗമായിട്ട് കിടക്കുന്ന അവിടെ ഉണ്ട്. ഓരോ ദിവസവും അവിടുത്തെ കേന്ദ്ര സർക്കാരിൻ്റെ വക്കീലന്മാർക്ക് സ്വാഭാവികമായിട്ടും നിരവധി കേസുകൾ അപ്പിയർ ചെയ്യാനുണ്ടാവും. CBIക്ക് തന്നെ നിരവധി കേസുകളുണ്ട്, CBIയുടെ വക്കീലന്മാർക്ക് അപ്പിയർ ചെയ്യാനുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് സംബന്ധിച്ച് ചില സമയപ്രശ്നങ്ങളൊക്കെ വരുമായിരിക്കാം. അതെല്ലാം CBI ആണ് കാര്യങ്ങൾ പറയേണ്ടത്. എന്തായാലും ഇത് അപ്പീൽ കൊടുത്തത് NDA ആണ്, BJP ഭരിക്കുന്ന കാലത്താണ്. കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് ഇത് അപ്പീൽ പോകാൻ പോലും തയ്യാറായിട്ടില്ല. അവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻ്റാണ് വാസ്തവത്തിൽ എസെൻഷ്യൽ 11 കേസ് ഉണ്ടായത്. മറ്റൊന്ന് ചോദിച്ചത് കൊടകര കേസാണ്. കൊടകര കേസിൽ BJPയുടെ എല്ലാ നേതാക്കളെയും ഇവർ കൊണ്ടുപോയി ചോദ്യം ചെയ്തല്ലോ, എല്ലാവരെയും കൊണ്ടുപോയി ചോദ്യം ചെയ്തല്ലോ. വിളിച്ചപ്പോൾ എല്ലാ BJP നേതാക്കളും നിയമത്തോട് പരിപൂർണമായിട്ടുള്ള വിധേയത്വം കാണിച്ചുകൊണ്ട് സധൈര്യം ശ്രീ K. സുരേന്ദ്രൻ അടക്കമുള്ളവർ കടന്നു ചെല്ലുകയും പോലീസ് ആവശ്യപ്പെടുന്ന അത്രയും സമയം അവിടെ ഇരുന്ന് ചോദിച്ച മുഴുവൻ ചോദ്യങ്ങൾക്കും ഉത്തരം കൊടുക്കുകയും ചെയ്ത ശേഷമാണ് ഇറങ്ങി വന്നിട്ടുള്ളത്. ഞങ്ങളെ ചോദ്യം ചെയ്യാൻ വിളിച്ച സമയത്ത് നെഞ്ചുവേദന അഭിനയിച്ച് ആശുപത്രിയിൽ പോയി കിടക്കുകയോ അതല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള പോംവഴിയിലൂടെ ഈ അന്വേഷണത്തിന് ഒഴിവാൻ വേണ്ടി പരിശ്രമിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കാസർഗോഡും വയനാടും ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളിലും ശ്രീ K. സുരേന്ദ്രൻ അടക്കമുള്ള BJP നേതാക്കൾക്കെതിരെ കള്ളക്കേസുകൾ ചുമത്തിയ സർക്കാരും കേരളത്തിലെ സർക്കാരാണ്. അങ്ങനെയാണെങ്കിൽ അവിടെയല്ലേ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കണ്ടേ? അപ്പം BJP നേതാക്കൾക്കെതിരെ എത്ര കള്ളക്കേസുകൾ ഉണ്ടാക്കി, എത്ര ദിവസങ്ങൾ വേട്ടയാടി. അത്തരത്തിലൊരു അഡ്ജസ്റ്റ്മെൻറ്റും ഞങ്ങൾ നടത്തുന്നില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം തൊട്ട് പറയുന്ന കാര്യമാണ് ന ഖാവൂങ്ക ന ഖാനെ ദൂങ്ക. അതുകൊണ്ട് അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടും BJP സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല എന്നുള്ളത് ജനങ്ങൾക്കുറപ്പാണ്. CK ജാനുവിന് പണം കൊടുത്തു എന്ന് പറഞ്ഞൊരു കേസ്, അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു ആൾക്ക്, അതായത് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ വേണ്ടി പണം കൊടുത്തു എന്ന് പറയുന്ന കേസ്. അപ്പോൾ ഇത്തരം കേസുകളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ സെറ്റിൽമെൻറ്റ് വരുന്നത് എന്നുള്ളതാണ് BJPക്കെതിരെ വരുന്ന ആരോപണം. ആ കേസുകളെല്ലാം BJPയുടെ നേതാക്കന്മാരെ പ്രതി ചേർത്ത് കഴിഞ്ഞ കേസുകളൊക്കെയല്ലേ, പിന്നെ എങ്ങനെയാണ് സെറ്റിലാകുന്നത്? ഞങ്ങളെ വേട്ടയാടുന്ന കേസുകളല്ലേ, ഞങ്ങളത് കേസുകളെല്ലാം സധൈര്യം നേരിടുകയല്ലേ. സബ് ജുഡീസ് ആയിട്ടുള്ള വിഷയങ്ങളല്ലേ, കോടതി പറയട്ടെ. ഞങ്ങൾ നിയമപരമായിട്ട് ഫൈറ്റ് ചെയ്യാണല്ലോ, ഞങ്ങളെവിടെ വിളിച്ചോടിയിട്ടില്ലോ, ഇനി അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പേരിലെ കേസ് എടുക്കാൻ പാടുണ്ടോ, പിൻവലിക്കില്ലേ? കേരളത്തിൽ BJPയുടെ ഒരു പ്രതീക്ഷ എന്താണ്? കാരണം NDA എന്ന് പറയുന്ന ഒരു പരീക്ഷണം നടത്തിയിട്ട് ഏറ്റവും വലിയ കക്ഷിയായിട്ടുണ്ടായിരുന്നത് BDJS ആണ്. ആ BDJS 4%-ൽ നിന്ന് 1% അവരുടെ വോട്ട് കുറഞ്ഞു. പക്ഷെ BJPയുടെ വോട്ട് കുറഞ്ഞിട്ടില്ല. താങ്കൾ പറഞ്ഞ പോലെ നമ്മൾ കൃത്യമായി നോക്കിയാൽ ഉപതെരഞ്ഞെടുപ്പുകളിൽ കുറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ബാക്കിയുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം BJPയുടെ വോട്ട് കുറച്ചെങ്കിലും വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. താങ്കൾ പറഞ്ഞ പോലെ 2%, 3% പോലും വലിയ വർധനമാണ്. അപ്പോൾ അത്തരത്തിൽ വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. BJPയുടെ ഇനിയുള്ളൊരു സ്ട്രാറ്റജി എന്താണ്? BJPയുടെ പ്രതീക്ഷകൾ എന്താണ് ഇപ്പോൾ ലോക്സഭയിലേക്ക്? കാരണം ഇത്രയും ഞാൻ ചോദിക്കാൻ കാര്യം, ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ BJPക്ക് ഇനി ജയിക്കാൻ ശരിക്കും 1,20,000 വോട്ട് മതി. അതായത് കഴിഞ്ഞ തവണ തന്നെ ഏതാണ്ട് 28.7% വോട്ട് സുരേഷ് ഗോപി നേടിയതാണ്. അപ്പോൾ അതിനോട് അടുത്ത വോട്ടുകൾ തിരുവനന്തപുരത്തും മറ്റു പല സ്ഥലങ്ങളിലും ഒക്കെ തന്നെ BJP നേടിയിട്ടുണ്ട്. BJPയുടെ ഇത്തവണത്തെ പ്രതീക്ഷ എന്താണ്? BJP എന്ന രാഷ്ട്രീയ പാർട്ടിയെ കേവലം ഒരു തെരഞ്ഞെടുപ്പിൽ അളക്കുന്നത്, അല്ലെങ്കിൽ 1, 2, 3 തെരഞ്ഞെടുപ്പുകളുടെ ഫലം വെച്ച് അളക്കുന്നത് വാസ്തവത്തിൽ ശരിയായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള എനിക്ക് പറയാം. BJPയുടെ ഒരു ഇലക്ഷൻ DNA ഉണ്ട്. അത് ബൂത്തുകൾ ജയിക്കുക എന്നുള്ളതാണ്. അത് എല്ലാ സ്ഥലത്തും BJPയുടെ അടിസ്ഥാനപരമായിട്ട് BJP ലോക്സഭാ മണ്ഡലം ജയിക്കാനോ നിയോജകമണ്ഡലം ജയിക്കാനോ അല്ല BJPയുടെ പ്രവർത്തകർ പ്രവർത്തിക്കുന്നത്, ബൂത്തുകൾ വിജയിക്കാനാണ്. BJPയുടെ ഏത് നേതാവാണെങ്കിലും, ഇത് പ്രധാനമന്ത്രി മുതൽ താഴെയുള്ള ഏത് നേതാവാണെങ്കിലും അവർക്ക് എല്ലാവർക്കും ബൂത്തുകളുടെ ചാർജ് ഉണ്ട്. ആ ബൂത്തുകൾ വിജയിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ദൗത്യം എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ ചില പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ ഭാഗമായിട്ട് ഈ BJPക്ക് ലഭിക്കുന്ന വോട്ട്, ഉദാഹരണത്തിന് 15-16% വോട്ട് ലഭിക്കുന്ന BJPക്ക് കേരളത്തിലെ MLA ഇല്ല. പക്ഷേ ഇതേ പെർസെൻറ്റേജ് വോട്ട് ലഭിക്കുന്ന പല സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് 8ഉം 10ഉം അതിൽ കൂടുതൽ MLA-മാരുണ്ട്. ഞങ്ങളുടെ 10-1 വോട്ടില്ലാത്ത, അല്ലെങ്കിൽ കേരളത്തിൽ BJPയുടെ ശക്തിയുടെ അടുത്തെവിടെയും എത്താത്ത സംഘടനകൾക്ക് ഇവിടെ മന്ത്രിമാരുണ്ട്, MLA-മാരുണ്ട്. അത് കേരളത്തിലെ സവിശേഷമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം കൊണ്ടാണ്. അപ്പോൾ കേരളത്തിലെ BJPയെ കേവലം നിയമസഭയിലെ പ്രാതിനിധ്യം കൊണ്ട് അളക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ലോക്സഭയിൽ ജയിക്കുന്നില്ല എന്നുള്ളത് കരുതി കൊണ്ട് നിങ്ങൾക്ക് അളക്കാൻ സാധിക്കില്ല. അപ്പോൾ വിജയിക്കാനുള്ള എല്ലാ സാധ്യതകളും കേരളത്തിലുണ്ട്. കേരളത്തിലെ 1-ൽ കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളിൽ BJPക്ക് 3 ലക്ഷത്തോളം വോട്ടുണ്ട്. അത് പത്തനംതിട്ട ഉണ്ട്, തിരുവനന്തപുരത്തുണ്ട്, നമ്മുടെ ഇവിടെ തൃശ്ശൂരുണ്ട്, പാലക്കാട് 2.25 ലക്ഷമുണ്ട്, ആലപ്പുഴയിൽ 2 ലക്ഷമുണ്ട്.
അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, മറ്റ് എത്ര രാഷ്ട്രീയ പാർട്ടികൾക്ക് കേരളത്തിൽ ഒറ്റയ്ക്ക് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ഇത്രയും സീറ്റ് വോട്ട് പിടിക്കാൻ സാധിക്കും? CPM നും കോൺഗ്രസിനും ഉള്ളത് ആർക്കും ഇല്ല. പലപ്പോഴും CPM പോലും ഇപ്പോൾ വടകരയും കണ്ണൂരിനും അപ്പുറം ചുരുക്കം മണ്ഡലങ്ങളായിരിക്കും ഒറ്റയ്ക്ക് ഇത്രയും വോട്ട് പിടിക്കാൻ സാധിക്കുന്നത്. CPIയുടെ സഹായമില്ലെങ്കിൽ, NCPയുടെ സഹായമില്ലെങ്കിൽ, ജനതാദളുടെ സഹായമില്ലെങ്കിലൊക്കെ LDF എന്ന സംവിധാനം ഇല്ലെങ്കിൽ അവർക്കും സാധിക്കാത്ത സ്ഥലങ്ങളുണ്ട്. മറുവശത്തെ UDF കോൺഗ്രസിന് എനിക്ക് തോന്നുന്നു ഒരു മണ്ഡലത്തിനും സാധിക്കില്ല. ഒറ്റയ്ക്ക് അത്രയും വോട്ട് പിടിക്കാനുള്ള കപ്പാസിറ്റി അവർക്കില്ല. ഒന്നുകിൽ കേരള കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ പിന്തുണ വേണം. ഇവിടെ BJP കേരളത്തിലെ ഏറ്റവും ജനപിന്തുണയുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ ഏറ്റവും പ്രധാന സ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടി തന്നെയാണ്. അതൊരു തർക്കവും വേണ്ട. അതിനെ സീറ്റുകളിലേക്ക് കൺവെർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സൗത്ത് ഇന്ത്യയിലേക്ക് BJP കടന്നു കയറാൻ പറ്റാത്തതിന്റെ ഒരു കാരണമായി എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പൊ കർണാടകയിലും അതുപോലെ തന്നെ തെലങ്കാനയിലും റോങ് സ്റ്റേറ്റ്മെന്റ്. കർണാടകയിൽ കയറിയിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടി ഏതാ? ഏറ്റവും വലിയ പാർട്ടി BJP തന്നെയാണ്, സംശയമില്ല. 29 MP അതെ അതെ അതെ. ഞാൻ പറഞ്ഞത് ഈ സംസ്ഥാന ഭരണത്തിലേക്ക് വരുന്ന കാര്യത്തെക്കുറിച്ച്. പോണ്ടിച്ചേരി ഭരിക്കുന്നുണ്ട്, പക്ഷെ എങ്കിൽ പോലും ഗോവ ഭരിക്കുന്നുണ്ട്, കർണാടകയിൽ എന്ത് ചെയ്യുന്നുണ്ട്, വലിയ കഴിഞ്ഞോണ ഭരണത്തിലേറിയാണ്. പക്ഷെ എങ്കിൽ പോലും സന്ദീപ്, ഞാൻ പറയുന്നത് ഇപ്പം ഈ സംസ്ഥാനങ്ങളിലേക്ക് എടുത്തു വെച്ച് നോക്കുമ്പോൾ ഒരു അത്രയും കരിസ്മയുള്ള അല്ലെങ്കിൽ കുറെ കൂടി ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള സ്റ്റേറ്റ് ലെവൽ മാനേജേഴ്സ് എന്ന് നമുക്ക് വിളിക്കാവുന്ന തരത്തിലുള്ള ഒരു ലീഡർഷിപ്പ് ഇല്ലായ്മയല്ല ഇതിൻ്റെ പ്രശ്നം. കാരണം നമുക്കിപ്പോൾ അറിയാം, ഇപ്പം കഴിഞ്ഞ തവണ തന്നെ DK ശിവകുമാർ എന്ന് പറയുന്ന ഒരു ആളുണ്ടായതുകൊണ്ട് അവിടെ കോൺഗ്രസിന് വലിയ നേട്ടമുണ്ടായി. രേവന്ത് റെഡ്ഡി എന്ന് പറയുന്ന കോൺഗ്രസ് നേരിടുന്ന അതേ പ്രശ്നമാണ്. രേവന്ത് റെഡ്ഡി ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ തെലങ്കാനയിൽ വലിയ ഒരു ഓർഗനൈസിംഗ് കപ്പാസിറ്റി ഉള്ള നേതാവുള്ളതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടായി. പക്ഷേ അതേസമയം തന്നെ ഇപ്പോൾ ബാക്കിയുള്ള സ്റ്റേറ്റുകളിലെല്ലാം ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം കൂടി BJP നേരിടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അല്ല, BJP ഒരു ലീഡർ ബേസ്ഡ് പാർട്ടിയല്ല, BJP കേഡർ ബേസ്ഡ് പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ലീഡറുടെ വാക്വം കൊണ്ട് ഞങ്ങൾ ജയിക്കുന്നില്ല എന്ന് പറയുന്നതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല. കേരളത്തിൽ ഇത്രയും 15-16% വോട്ടിലേക്ക് ഞങ്ങൾ എത്തിയത് ഈ നിലവിലുള്ള നേതാക്കന്മാരെയൊക്കെ വെച്ചിട്ട് തന്നെയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു തെരഞ്ഞെടുപ്പിലൊക്കെ ജയിച്ച് ഈ നേതാക്കന്മാരുടെ പ്രതിച്ഛായയൊക്കെ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടുന്നത്? ഇപ്പോൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി അല്ലായിരുന്നെങ്കിൽ, ഒരിക്കലും മുഖ്യമന്ത്രിയാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ, ഇന്ന് അന്തരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഒരു പ്രതിച്ഛായ ഉണ്ടാകുമായിരുന്നു? സ്വാഭാവികമായിട്ടും ഉണ്ടാകില്ലായിരുന്നു. കാരണം അദ്ദേഹത്തിന് മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം നടത്തിയിട്ടുള്ള ജനസമ്പർക്ക പരിപാടിയുടെയൊക്കെ ഭാഗമായി കിട്ടിയിട്ടുള്ള ഒരു പ്രതിച്ഛായ കൂടി ആണല്ലോ നമ്മൾ കണ്ടത്. അപ്പം ഭരണത്തിലെത്തിക്കഴിഞ്ഞാൽ ആ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഭരണത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് ജനങ്ങൾക്കിടയിൽ കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടും. അത് സ്വാഭാവികമാണ്. അങ്ങനെ കുറേ ലീഡർഷിപ്പ് ഉയർന്നു വരും. ഞങ്ങൾ ഇതുവരെ കേരളത്തിൽ ഭരണത്തിലെത്തിയിട്ടില്ല. ഞങ്ങൾ ഭരണത്തിലെത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ അഡ്മിനിസ്ട്രേഷൻ സ്കില്ല്, ഞങ്ങളുടെ ഗവേണൻസിൻ്റെ സ്കില്ല്, ഞങ്ങളുടെ മോഡൽ ഓഫ് ഗവേണൻസ്, ഇതൊക്കെ സ്വാഭാവികമായിട്ട് ജനങ്ങളെ സ്വാധീനിക്കും. അത് സ്വാഭാവികമായിട്ടും നിലവിലുള്ള ലീഡേഴ്സിനെ കുറിച്ചിട്ടുള്ള അവർക്ക് കൂടുതൽ ജനങ്ങൾക്കുള്ള സ്വാധീനം വർദ്ധിപ്പിക്കും. അങ്ങനെയാണ് ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ പിന്തുണ. സന്ദീപ് പറഞ്ഞതിൽ എനിക്കൊരു എതിരഭിപ്രായമുണ്ട്. വിത്ത് ഓൾ റെസ്പെക്ട് ഞാൻ പറയുന്നൊരു കാര്യം, ഈ നേതാക്കന്മാർ ഉയർന്നു വരുന്നത്, ഒന്ന് സന്ദീപ് പറഞ്ഞത് കറക്റ്റാണ്, അവർ ഭരണത്തിലേക്ക് എത്തുന്നു, അവർക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നു, അപ്പോൾ നേതാക്കന്മാർ ഉയർന്നു വരും. രണ്ടാമതൊരു നേതാക്കന്മാർ ഉയർന്നു വരും. ഇപ്പോൾ VS അച്യുതാനന്ദനെ പോലെയുള്ള ആളുകൾ ഉയർന്നു വന്നതിൻ്റെ പിന്നിലെ കാരണം വലിയ സമരങ്ങളിലൂടെയാണ്. എന്ന് പറഞ്ഞാൽ പൊതുജന പ്രക്ഷോഭങ്ങൾ ഏറ്റെടുക്കുന്നതിലൂടെയും നമുക്ക് വലിയ നേതാക്കന്മാരുടെ ഐക്കണുകൾ ഉണ്ടാവും. ഞാൻ ഉദ്ദേശിച്ചത് സത്യത്തിൽ അതാണ്. അത്തരത്തിലുള്ള ഒരു ഐക്കണുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ ഡെവലപ്പ് ചെയ്യേണ്ടത് കൂടി എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിന്റെ ആവശ്യമല്ല എന്നുള്ളതാണ്. ഓക്കെ, നമുക്കൊരു വളരെ താത്വികമായി അത് ഡിപ്പെൻസ്. അത് ഓരോ കാലഘട്ടത്തിനും അനുസരിച്ചാണ്. VS അച്യുതാനന്ദൻ പ്രവർത്തിച്ചു വന്ന ഒരു കാലഘട്ടത്തിലെ രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്ന് കേരളത്തിലുള്ളത്. മതികെട്ടാൻ മലയിലൊക്കെ അദ്ദേഹം കയറുന്നതിന് തൊട്ട് മുൻപുള്ള അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ തോറ്റല്ലോ. ഇവിടെ മാരാരിക്കുളത്ത് അദ്ദേഹത്തെ തോറ്റു. എങ്ങനെ തോറ്റു? അതിനുമുമ്പ് വാഴ വെട്ടിയ VS അച്യുതാനന്ദൻ എന്നുള്ള ഇമേജാണ് ഉണ്ടായിരുന്നത്. ജനങ്ങൾക്കിടയിൽ ഒരു വില്ലന്റെ ഇമേജ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് പിന്നീട് നായകനായി മാറുകയാണ് ചെയ്തത്. നമുക്ക് ഇന്നത്തെ രാഷ്ട്രീയ ചരിത്രമായാലോ. അപ്പോൾ അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുത്ത ഇമേജൊക്കെ അതിന് ശേഷം വന്നിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങളുടെ വരവാണ് VS അച്യുതാനന്ദൻ എന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വലിയ തോതിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഒരു തത്സമയ സംപ്രേഷണത്തിന്റെ സാധ്യതകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആണ് VS അച്യുതാനന്ദൻ എന്നുള്ള ഒരു നേതാവ് വലിയ ജനകീയ നേതാവായി മാറുന്നത്. അപ്പൊ അതൊക്കെ ശരിക്കും പാഠ്യവിഷയമാക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഈ മണിപ്പൂരിന്റെ കാര്യത്തിൽ ഞാൻ വിചാരിക്കുന്നത് BJPക്ക് ഒരു വലിയ തെറ്റുപറ്റി എന്നുള്ളതാണ്. കാരണം മണിപ്പൂരിൽ ഭരിക്കുന്നത് BJP ആണ്. കേന്ദ്ര ഗവൺമെന്റോടെ ഉണ്ടായിട്ട് പോലും
മാസങ്ങളോളം ഒരു പ്രക്ഷോഭം അടിച്ചമർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് സാധാരണ ആളുകൾ ചോദിക്കുന്ന പോലെ ഞാൻ ചോദിക്കുന്നില്ല. കാരണം അവിടെയുള്ള പ്രത്യേകതകളും അവിടെയുള്ള പ്രശ്നങ്ങളും എല്ലാം നമുക്കറിയാം. കുക്കി വംശജരും അവരെ അധിവസിക്കുന്ന മേഖലകളും ഒക്കെ അങ്ങനെ സൈന്യത്തിന് കടന്നു ചെല്ലാൻ കഴിയില്ല. പക്ഷെ എങ്കിൽ പോലും അതിൽ പ്രധാനമന്ത്രി വേണ്ടത്ര ഗൗരവം കാണിച്ചില്ല എന്ന് പറയുന്ന ഒരു വിമർശനം സന്ദീപിക്കനാണ്. കാരണം വിമർശനത്തിന് ഒരു അടിസ്ഥാനമില്ല. ഒന്ന്, ഈ കലാപത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കാര്യങ്ങൾ അന്വേഷിക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാജിയെ ഈ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തുകയും തുടർച്ചയായി 5 or 6 ദിവസമാണ് രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ഇംഫാലിൽ പോയി ക്യാമ്പ് ചെയ്ത് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. ഒരു കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി ചെയ്യാൻ വേണ്ടിയുള്ള പരിശ്രമം ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം ഈ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലെ പ്രത്യേക സാഹചര്യങ്ങൾ താങ്കളത് സൂചിപ്പിക്കുകയുണ്ടായി. അവിടെ ഇത് ആദ്യത്തെ സംഭവമല്ല. മണിപ്പൂരിൽ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് മാസങ്ങളോളം തുടർച്ചയായി ബ്ലോക്കേഡ് ഉണ്ടായിട്ടുണ്ട്. ഇതിനേക്കാൾ വലിയ വംശീയ കലാപങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തവണത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മണിപ്പൂരിൽ നടന്ന വംശീയ കലാപത്തെ അതിനെ മതപരമായ സംഘർഷമായി തെറ്റിദ്ധരിപ്പിച്ച് മറ്റ് സ്ഥലങ്ങളിൽ പ്രചരണം നടത്തുന്നതിൽ കോൺഗ്രസും ചില മാധ്യമങ്ങളുമൊക്കെ പരിശ്രമം നടത്തി എന്നുള്ളതാണ്. വാസ്തവത്തിൽ മണിപ്പൂരിനെ കുറിച്ച് അറിയുന്ന ആളുകൾക്കറിയാം, അവിടെ നടന്നത് മതപരമായിട്ടുള്ള സംഘർഷമല്ല, അവിടെ നടന്നിട്ടുള്ളത് വംശീയമായിട്ടുള്ള സംഘർഷമായിരുന്നു. ആ 2 വംശങ്ങളിലും വിവിധ മതവിഭാഗങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ടായിരുന്നു. നോർത്ത് ഈസ്റ്റിലെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളും നരേന്ദ്രമോദിജി അധികാരത്തിൽ വന്നതിന് ശേഷം പരിപൂർണമായി ശാന്തമാണ്. മുൻപ് നമുക്ക് നോർത്ത് ഈസ്റ്റിലേക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. ഇന്ന് നിങ്ങൾ പരിശോധിക്കും, മലയാളികളായിട്ടുള്ള എത്രയോ ചെറുപ്പക്കാർ നോർത്ത് ഈസ്റ്റിലേക്ക് റൈഡ് പോകുന്നില്ലേ, ഇവിടുന്ന് ബൈക്കിലെല്ലാം പോകുന്നില്ലേ. പണ്ട് നമുക്ക് അങ്ങനെ പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇനി പോകാൻ ആഗ്രഹിച്ചാൽ തന്നെ അങ്ങോട്ട് പോകാൻ റോഡുണ്ടായിരുന്നു. ഈ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളെ മുഴുവൻ വികസനത്തിൽ നിന്ന് മാറ്റി നിർത്തി അവരെ ഇന്ത്യയുടെ മുഖ്യധാരയിൽ നിന്ന് അകറ്റി നിർത്തിയ 60 വർഷക്കാലത്തെ കോൺഗ്രസ് ഭരണമാണ് നോർത്ത് ഈസ്റ്റിൻ്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം. നെഹ്റു നോർത്ത് ഈസ്റ്റിൽ കടന്നുപോയ സമയത്ത് അന്ന് ഇന്ത്യൻ പട്ടികൾ തിരിച്ചു പോവുക എന്ന് ബാനർ ഉയർത്തിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. അന്നു മുതൽ ഇന്നുവരെ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് മുഴുവൻ നോർത്ത് ഈസ്റ്റിനോട് വലിയ തോതിലുള്ള തെറ്റായിട്ടുള്ള സമീപനം കോൺഗ്രസ് സ്വീകരിച്ചു. ബോർഡർ സ്റ്റേറ്റുകളെ ഡെവലപ്പ് ചെയ്യരുത് എന്ന നിലപാട് ഞങ്ങൾക്കുണ്ടായിരുന്നു എന്ന് AK ആൻ്റണി ഓൺ റെക്കോർഡ് പാർലമെൻറ്റിൽ പറഞ്ഞതാണ്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് നോർത്ത് ഈസ്റ്റിലേക്ക് നല്ല റോഡുകൾ ഉണ്ടായത്, IIT ഉണ്ടായത്, എയിംസ് ഉണ്ടായത്, അവിടെ അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടായത്, റെയിൽ നെറ്റ്വർക്ക് ഉണ്ടായത്, ട്രെയിൻ ഓടാൻ തുടങ്ങിയത്, വിമാനത്താവളങ്ങൾ ഉണ്ടായത്, സ്മാർട്ട് സിറ്റികൾ ഉണ്ടായത്, IT പാർക്കുകൾ ഉണ്ടായത്. നോർത്ത് ഈസ്റ്റ് ജനത ഇന്ത്യയുടെ പൊതുധാരയിലേക്ക് മുഖ്യധാരയിലേക്ക് കടന്നു വരാൻ കാരണം നരേന്ദ്രമോദിയുടെ നോർത്ത് ഈസ്റ്റ് പോളിസി കാരണമായിരുന്നു. ഇന്ദിരാഗാന്ധി ഭരണത്തിലിരിക്കുന്ന സമയത്ത് ഈ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളെ ശരിക്കും ഇന്ത്യൻ എയർഫോഴ്സ് ഉപയോഗിച്ച് ആക്രമിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും ദാരുണമായിട്ടുള്ള അവസ്ഥയായിരുന്നു അവിടെ. പക്ഷേ ഇപ്പം നമ്മുടെ പ്രശ്നം, ഇപ്പം നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ 5ാമത്തെ സാമ്പത്തിക ശക്തിയാണ്, വലിയ സൈനിക ശക്തിയാണ് 3ാമത്തെ. അപ്പോൾ ഇത്തരത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ചൊരു ഇന്ത്യയാണ്. ഇവിടെ എൻ്റെ ചോദ്യം ഈ മണിപ്പൂരിൽ സംഭവിച്ചതിൻ്റെ കാരണം ബിരേൻ സിംഗ് എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് BJP ഇത് വിട്ടുകൊടുത്തു എന്നുള്ളതാണ് വലിയ വിമർശനം. കാരണം ബിരേൻ സിംഗിനെ വിശ്വസിക്കുകയും അവിടെ മെയ്ത്തികൾക്ക് 40ഓളം, ആകെയുള്ള 60 MLA-മാരിൽ മെയ്ത്തികളാണ് 40 MLA-മാരുള്ളത്. അപ്പോൾ മെയ്ത്തികളുടെ ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സ് നോക്കുകയാണെങ്കിൽ, ഒരു സ്ട്രാറ്റജി നോക്കുകയാണെങ്കിൽ ആ 40 MLA-മാരെ കിട്ടിയാൽ ഭരിക്കാമെന്ന് പറയുന്ന ഒരു തന്ത്രമായിരുന്നു എന്നുള്ളതാണ് വിമർശനം വരുന്നത്. ഇതിൻ്റെ കാരണം 10ഓളം വരുന്ന കുക്കി MLA-മാർ അവർ BJP-കാരാണ്. പക്ഷെ ആ BJP-കാർ പോലും ഞങ്ങൾക്ക് ബിരേൻ സിംഗിൽ വിശ്വാസമില്ല എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടായി. ഞാൻ പറഞ്ഞത്, താങ്കൾ പറഞ്ഞ നേട്ടങ്ങളെല്ലാം ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ അപ്പോൾ പോലും ഇതൊരു കളങ്കമായി മാറിയില്ല. ആ കളങ്കം ചോദിക്കാനുള്ള ഒരു കാരണം അതും കൂടി ചേർത്ത് താങ്കൾ ഉത്തരം പറഞ്ഞു. കേരളത്തിലും അതിന് ഇമ്പാക്റ്റ് ഉണ്ടാവും. കാരണം ഒരു നേരത്തെ പറഞ്ഞ പോലെ മതപരമായ കാര്യമാണെന്ന് പറയാനുള്ള ഒരു അവസരം എതിരാളികൾക്ക് കൊടുക്കുകയും അത് തീർച്ചയായിട്ടും BJP-ക്ക് കേരളത്തിലെങ്കിലും ഒരു ചെറിയ തോതിലെങ്കിലും ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യില്ലെന്നാണ്. അല്ല, എനിക്ക് മനസ്സിലാവാത്ത കാര്യം, രാജ്യത്ത് എത്രയോ സംസ്ഥാനങ്ങളിൽ മണിപ്പൂരിൽ സംഭവിച്ചതിനേക്കാൾ വലിയ വർഗീയ സംഘർഷങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. മണിപ്പൂരിൽ സംഭവിച്ചത് വംശീയ സംഘർഷമായിരുന്നു. ആ അത്തരം സംഘർഷങ്ങൾ നമ്മൾ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ നിരവധിയായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ദൗർഭാഗ്യകരമായിട്ടുള്ള നിരവധിയായിട്ടുള്ള കൊലപാതകങ്ങളൊക്കെ അരങ്ങേറിയിട്ടുണ്ട്. ഇന്നേ വരെ മഹാരാഷ്ട്രയിലാകട്ടെ, മധ്യപ്രദേശിലാകട്ടെ, അല്ലെങ്കിൽ ബീഹാറിലാകട്ടെ, അസാമിലാകട്ടെ, ഇവിടെയൊക്കെ സംഭവിച്ചിട്ടുള്ള കോൺഗ്രസ് ഭരണകാലത്ത് സംഭവിച്ചിട്ടുള്ള കലാപങ്ങൾക്ക് എത്ര കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെ നിങ്ങൾ കുറ്റവാളികളായി കാണുന്നുണ്ട്? മൻമോഹൻ സിംഗ് അസാമിൽ നിന്ന് രാജ്യസഭാ MP ആയി പ്രധാനമന്ത്രിയായ കാലത്ത് വലിയ കലാപം അസാമിലുണ്ടായല്ലോ. എന്താണ് തരുൺ ഗൊഗോയെ അതിൻ്റെ ഭാഗമായിട്ട് വില്ലനായിട്ട് നിങ്ങൾ ആരും ചിത്രീകരിക്കാത്തത്? എത്രയോ സന്ദർഭങ്ങൾ നമുക്ക് പറയാൻ സാധിക്കുമല്ലോ.
ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വംശീയ കലാപം, വർഗീയ കലാപം തന്നെ ഉണ്ടായത് അത് കോൺഗ്രസ് നേതൃത്വത്തിലായിരുന്നില്ലേ? 84-ൽ ഡൽഹിയിൽ സിഖ് സമുദായത്തിന് നേരെ ഉണ്ടായിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള ആ കലാപം ആർക്കാണ് മറക്കാൻ കഴിയുക? കോൺഗ്രസ് നേതാക്കൾ ശിക്ഷിക്കപ്പെട്ടില്ലേ? എപ്പോൾ ശിക്ഷിക്കപ്പെട്ടു? നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം വിചാരണ നടത്തി ശിക്ഷിച്ചു. അതിനു മുമ്പ് ഇവർ തുറന്നു വിട്ടിരിക്കുകയായിരുന്നല്ലേ? പ്രിയങ്കയോടും രാഹുൽ ഗാന്ധിയോടൊപ്പം അല്ലേ ജഗദീഷ് ഷെറ്ററും സജ്ജൻ കുമാറും ഒക്കെ ഡൽഹിയിലെ പൊതുപരിപാടികളിൽ പങ്കെടുത്തിരുന്നത്? അങ്ങനെ കലാപകാരികൾക്ക് മാന്യത കൊടുക്കുകയും പാർട്ടിക്കുള്ളിൽ സ്ഥാനം കൊടുക്കുകയും ചെയ്ത പാർട്ടിയാണ് കോൺഗ്രസ്. അവരാണ് BJPയെ ആക്ഷേപിക്കുന്നത്, മണിപ്പൂരിന്റെ പേരിൽ ആക്ഷേപിക്കുന്നത്. 2024 BJPക്ക് 350 സീറ്റിലധികം കിട്ടും എന്നാണ് പ്രതീക്ഷ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്താണ് സന്ദീപ്? 400 സീറ്റിലധികം കിട്ടുമെന്നുള്ള പ്രതീക്ഷ. 400 സീറ്റിലധികം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് BJPക്ക് ഉള്ളത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ജനപിന്തുണ നരേന്ദ്രമോദിക്ക് ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാർന്നുള്ള കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലം സൂചിപ്പിക്കുന്നത് BJPക്ക് അനുകൂലമായിട്ടുള്ള, നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള വലിയ വികാരം എന്നുള്ളതാണ്. ഒരു ഇന്റർനാഷണൽ വിഷയം കൂടി ചോദിച്ചുകൊണ്ട് നമുക്ക് തീർത്താം. കാരണം ഹമാസ് ഇസ്രായേൽ പ്രശ്നം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു ഭൂമിക എന്ന് പറയുന്നത് ഇപ്പോൾ കേരളമാണ്. സത്യത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ BJP ഒരു സൈഡിൽ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു തോന്നൽ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് നേടാനും അത്തരത്തിലുള്ള ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ ഉണ്ടാക്കാനോ ഒക്കെ അത് വലിയ ബുദ്ധിമുട്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഈ മൈനോറിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രം കാണുന്നതുകൊണ്ടാണ് പ്രശ്നം, ചോദ്യത്തിൽ പ്രശ്നമുള്ളത്. ഇവിടെ ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിൽ പലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് ദീർഘകാലമായിട്ടൊരു നിലപാടുണ്ട്. ആ നിലപാട് പാർട്ടികൾ ഏത് മാറിയാലും സർക്കാരിൻ്റെ നിലപാട് ഒന്ന് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ പലസ്തീൻ വിഷയത്തിലുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ നിലപാട്, ആ നിലപാടിൽ ഒരു മാറ്റവും രാജ്യം ഭരിക്കുന്ന സർക്കാർ കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ പ്രശ്നം എന്താണ്? ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ ജൂത സമൂഹം അവരുടെ ഏറ്റവും പവിത്രമായ ഒരു ആഘോഷം നടത്തുന്ന അവസരത്തിൽ ഇസ്രായേലിലേക്ക് കടന്നു ചെന്ന് നടത്തിയിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള ആക്രമണം, നൂറുകണക്കിന് കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ ബന്ദികളാക്കി പിടിച്ചുകൊണ്ടുപോവുകയും ബലാത്സംഗം ചെയ്യുകയും പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ചു കൊല്ലുകയും ചെയ്യുന്ന മനുഷ്യത്വരഹിതമായിട്ടുള്ള കാടൻ തീവ്രവാദി ആക്രമണത്തിനെതിരായിട്ടുള്ള നിലപാടാണ് നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചത്. ആ ആക്രമണം നടന്ന വാർത്ത ലഭ്യമായ ഉടൻ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി കൃത്യമായിട്ടുള്ള നിലപാട് സൂചിപ്പിച്ചു. ഈ തീവ്രവാദി ആക്രമണത്തിൻ്റെ സമയത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തോടൊപ്പമാണ് ഇന്ത്യയുള്ളത്. ഈ തീവ്രവാദി ആക്രമണത്തെ ഇന്ത്യ ശക്തമായി അപലപിക്കുന്നു, എതിർക്കുന്നു എന്ന് നമ്മുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതാണ്. ഹമാസ് ഒരു തീവ്രവാദ സംഘടനയാണ്. ഹമാസ് വേറെയാണ്, പലസ്തീൻ വേറെയാണ്. പലസ്തീനിയൻ ജനതയുടെ ആസ്പിറേഷൻസിനൊപ്പമാണ് ഇന്ത്യ നിന്നിട്ടുള്ളത്. പക്ഷേ മറുവശത്ത് ഗാസ എന്ന് പറയുന്ന ഒരു സ്ട്രിപ്പിനെ, ഒരു ചെറിയ പ്രദേശത്ത് ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദി സംഘടന സ്വാധീനം നേടുകയും അവർ ആ പ്രദേശത്തിരുന്നു കൊണ്ട് ഇസ്രായേലിലേക്ക് തുടർച്ചയായി മിസൈലുകൾ അയക്കുകയും ഇസ്രായേലിലെ ജനങ്ങളുടെ സമാധാനപരമായ ജീവിതത്തെ അത് ബാധിക്കുകയും ചെയ്തു. ഇടുക്കിയിൽ നിന്നുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സൗമ്യ സന്തോഷ് എന്ന് പറയുന്ന ഒരു കുട്ടി അത്തരം ഒരു തീവ്രവാദി ആക്രമണത്തിലാണ്, ഹമാസ് നടത്തിയ ആക്രമണത്തിലാണ് കൊല്ലപ്പെടുന്നത്. നമുക്ക് നമ്മുടെ കേരളത്തിൽ സൗമ്യ സന്തോഷ് എന്ന് പറയുന്ന നമ്മുടെ ആ കൊച്ചനുജത്തിക്ക്, നമ്മുടെ സഹോദരിക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ചെയ്ത ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇവർ പിൻവലിപ്പിച്ചു. ഇവിടുത്തെ ഇടതുപക്ഷക്കാർക്ക് പോലും ഈ ഹമാസ് തീവ്രവാദത്തെ തള്ളിപ്പറയാനുള്ള ധൈര്യമില്ല. ഹമാസിനെ തീവ്രവാദികളെന്ന് വിളിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ശൈലജ ടീച്ചറും ശശി തരൂരും ഇത്തരം ഹമാസ് അനുകൂലികളുടെ ആക്രമണത്തിന് വിധേയരായി. ഇസ്രായേൽ ഹമാസ് തീവ്രവാദത്തിൻ്റെ ഇരകളാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യവും ഇതുപോലെയുള്ള ക്രോസ് ബോർഡർ ടെററിസത്തിൻ്റെ ഇരകളാണ്. മുംബൈയിൽ എന്താണോ നമ്മൾ അനുഭവിച്ചത് അത് തന്നെയാണ് ഇസ്രായേലും അനുഭവിച്ചിട്ടുള്ളത്. കശ്മീരിൽ നമ്മൾ എന്താണോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഇസ്രായേലും അനുഭവിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും നമ്മുടേതിന് സമാനമായിട്ടുള്ള രീതിയിൽ വിഷമം നേരിടുന്ന, തീവ്രവാദ ഭീഷണി നേരിടുന്ന ഒരു രാജ്യം, നമ്മുടെ ഒരു സുഹൃത്ത് രാജ്യം, വലിയ പ്രതിസന്ധികളുള്ള കാലഘട്ടങ്ങളിൽ മുഴുവൻ നമ്മളോടൊപ്പം ഉറച്ചു നിന്നിട്ടുള്ള ഒരു രാജ്യം എന്ന നിലയ്ക്ക് ഇസ്രായേലിനോട് അനുതാപമുണ്ട്. അവർ നേരിട്ടിട്ടുള്ള ആ വലിയ തീവ്രവാദ ആക്രമണത്തിൽ നമുക്ക് ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട്. നവകേരള സദസ്സിനെ കുറിച്ച് BJP എന്താ? കാരണം കോൺഗ്രസ് ഇപ്പോൾ കുറ്റവിചാരണ സദസ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വേറെ BJP അതിൽ എടുക്കുന്ന നിലപാട് എന്താണ്? കാരണം പ്രതിഷേധവുമായി BJP എങ്ങും കാണുന്നില്ല. BJP നേരത്തെ സന്ദീപ് ജി പറഞ്ഞ പോലെ ബൂത്ത് തലത്തിൽ പ്രചരണം നടത്തുന്നുണ്ട്. പക്ഷേ
ഇത്തരത്തിലുള്ള പരിപാടികളൊന്നും കാണുന്നില്ല. നവകേരള സദസ്സ് ഈ 2024 ഒരു ഇലക്ഷൻ പ്രചാരണമാണ്, ഗവൺമെന്റിൽ നിന്ന് പണം മുടക്കി എന്ന് പറയുന്ന വിമർശനമാണുള്ളത്. എങ്ങനെയാണ് അതിന്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നവകേരള സദസ്സ് തുടങ്ങിയത് മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ബാലഗോപാലും അടക്കമുള്ളവർ നിരന്തരമായി കേന്ദ്ര സർക്കാരിനെയാണ് ആക്ഷേപിക്കുന്നത്. കേന്ദ്ര സർക്കാർ 57,000 കോടി രൂപ തരാനുണ്ട്. അതിന് മറുപടി കൊടുക്കുന്നതും കേരളത്തിൻ്റെ ധൂർത്തും ധാരാളിത്തവും കേരളത്തിലെ പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്തുകയും ഇന്ന് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളടക്കം ഈ കേരള സർക്കാർ കാണിക്കുന്ന ധൂർത്തിനെതിരായിട്ടുള്ള വലിയ തോതിലുള്ള പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്യുന്നത് ഞങ്ങൾ നടത്തിയിട്ടുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ്, ഞങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. കേന്ദ്രം പക്ഷേ നിർമ്മലാ സീതാരാമൻ വരേണ്ടി വന്നു എന്നുള്ള സ്വാഭാവികമായിട്ട് അവർ കേന്ദ്ര ധനകാര്യമന്ത്രിയല്ലേ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ ധനകാര്യമന്ത്രിയും ഒരു വിമർശനം നടത്തുമ്പോൾ ഞങ്ങൾക്ക് പറയാം, ഞങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ പറയുന്നതിനേക്കാൾ ഓതന്റിസിറ്റി എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ ധനകാര്യ മന്ത്രി ആ കാര്യങ്ങൾ പറയുന്നതാണ്. ഞങ്ങൾ ആഗ്രഹിക്കുന്നതും അതാണ്. കാരണം ഏതെങ്കിലും തരത്തിലൊരു പത്രസമ്മേളനത്തിലോ അല്ലെങ്കിൽ റോഡരികിലെ പ്രസംഗത്തിലോ കേന്ദ്ര സർക്കാർ 57,000 കോടി രൂപ തരാനുണ്ട് എന്ന് പറയുന്നതിനപ്പുറം കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഒക്കെ ഒരു ധവളപത്രം പുറത്തിറക്കട്ടെ, എന്നിട്ട് ഏതൊക്കെ ഹെഡുകളിൽ എവിടെയൊക്കെ പണം കൊടുക്കാനുണ്ടെന്ന് സംബന്ധിച്ച് വെളിപ്പെടുത്താൻ തയ്യാറാകട്ടെ. ഞങ്ങൾക്ക് വളരെ ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ സാധിക്കും, കേന്ദ്ര സർക്കാർ കേരളത്തിന് അർഹതപ്പെട്ട 1 രൂപ പോലും തടഞ്ഞു വെച്ചിട്ടില്ല എന്ന് മാത്രമല്ല, നാളിതുവരെയായി മുഴുവൻ കേന്ദ്ര സർക്കാരുകളും ചേർന്ന് കൊടുത്തതിനേക്കാൾ കൂടുതൽ തുക കേരളത്തിന് അനുവദിച്ച സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. 13ാം ധനകാര്യ കമ്മീഷൻ കേരളത്തിന് കൊടുത്തത് 33,000 കോടി രൂപ. 14ാം ധനകാര്യ കമ്മീഷൻ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം അത് 88,000 കോടി രൂപയെ വർദ്ധിച്ചു. ഇപ്പോൾ 15ാം ധനകാര്യ കമ്മീഷൻ 1,11,000 കോടി രൂപയാണ് കൊടുത്തത്. അപ്പം നിങ്ങൾ ആലോചിച്ചാൽ മതി, 13ാം ധനകാര്യ കമ്മീഷൻ UPA ഭരിക്കുന്ന സമയത്ത് 33,000 കോടി കൊടുത്തിന്ന് ഇന്ന് 9 വർഷങ്ങൾക്കിപ്പുറം 1,11,000 കോടി രൂപയാക്കി വർദ്ധിപ്പിച്ചത് നരേന്ദ്രമോദി സർക്കാരാണ്. എല്ലാ സാഹചര്യങ്ങളും കാണാൻ സാധിക്കും. ഇവിടുത്തെ ദേശീയ അടിസ്ഥാന സൗകര്യ വികസനത്തിന് 2 ലക്ഷം കോടി രൂപയാണ് നരേന്ദ്രമോദി സർക്കാർ നീക്കി വെച്ചിട്ടുള്ളത്. 66,000 കോടി രൂപയുടെ ദേശീയപാത വികസനമാണ് നടന്നു വരുന്നത്, 66,000 കോടി രൂപയുടെ. അപ്പം ഇത്രയും കേരളത്തിന് വേണ്ടി നൽകിയിട്ടുള്ള മറ്റേത് സർക്കാരുകൾ ഇപ്പോൾ ഇന്ന് കൊടുത്ത വന്ദേ ഭാരത് അടക്കം ഇത് 4ാമത്തെ വന്ദേ ഭാരതാണ്. താൽക്കാലികമാണ്, ശബരിമല തീർത്ഥാടനത്തിന് വേണ്ടി അനുവദിച്ചതാണ്. എന്നാൽ ഇപ്പോൾ ഇത് 4ാമത്തെ വന്ദേ ഭാരതാണ്. അങ്ങനെ കേരളത്തിന് ഇത്രയും നൽകിയിട്ടുള്ള വേറെ ഏത് കേന്ദ്ര സർക്കാരാണ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളത്? ഇവിടെ 5 കേന്ദ്രമന്ത്രിമാർ ഒരേ സമയത്തുണ്ടായിരുന്നല്ലോ, 20 MP-മാരും പിന്തുണച്ച സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. അന്ന് കേരളത്തിന് എന്ത് കിട്ടി, ഇന്ന് എന്ത് കിട്ടി സംബന്ധിച്ചൊരു താരതമ്യ പഠനത്തിന് കേരളത്തിലെ ജനങ്ങൾ തയ്യാറായാൽ, ചെറുപ്പക്കാർ തയ്യാറായാൽ തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലാകും BJP കേന്ദ്രം ഭരിക്കുന്ന സമയത്താണ് കേരളത്തിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള നിലപാടുകൾ കൈക്കൊണ്ടിട്ടുള്ളത്. ഒരു MP-യുടെ പിന്തുണ ഇല്ലാതിരുന്നിട്ട് കൂടി കേരളത്തെ അങ്ങേയറ്റം സ്നേഹത്തോടു കൂടിയും മലയാളികളെ അങ്ങേയറ്റം സ്നേഹത്തോടു കൂടി കണ്ടിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയാണ് രാജ്യം ഭരിക്കുന്നത്. സമയത്തിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.